അശ്വതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടത് പണമല്ല, സമയവുമല്ല, ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു തീരുമാനമോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അവസരമോ. ഇനി എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ കരുതിയ നിമിഷത്തിൽ തന്നെ കാര്യങ്ങൾ മാറി. പക്ഷെ ഓഗസ്റ്റ് നിങ്ങൾക്ക് അതിലും വലിയൊരു പരീക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത് അറിഞ്ഞില്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് വെറും പണം മാത്രമല്ല. അശ്വതി കുതിരയെ പോലെയാണ്. കുതിര എപ്പോഴും മുന്നോട്ട് നോക്കും, പിന്നോട്ട് നോക്കാൻ അതിന് ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരും. അവരെ പിടിച്ചു നിർത്താൻ ആരെയും കഴിയില്ല. പക്ഷെ വേഗത്തിൽ ഓടുന്ന കുതിരയ്ക്കും ചിലപ്പോൾ മുന്നിലെ കുഴി കാണാതെ പോകും. ഈ ഓഗസ്റ്റിൽ ആ കുഴി എന്താണെന്ന് അറിയുമോ? ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കഴിവ് കുറവാണെന്നല്ല പ്രശ്നം, പക്ഷെ നിങ്ങളുടെ ജോലി മറ്റൊരാൾക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ചിലർക്ക് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം, ചിലർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം വീണ്ടും നേടാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ആദ്യ 2 അവസരങ്ങൾ കൈവിട്ടു പോകാം. എന്നാൽ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർ ഈ മാസം ലാഭത്തേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഫ്ലോ ആണ്. വരേണ്ട പണം വൈകാം. പഴയ ഒരു ക്ലയൻറ്റിൽ നിന്ന് നിരാശ ഉണ്ടാകാം. പുതിയ പങ്കാളിത്തത്തിൽ വേഗം തീരുമാനമെടുക്കരുത്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ കണക്കുകൂട്ടൽ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓഗസ്റ്റിൻ്റെ അവസാന ആഴ്ചയിൽ ഒരു പുതിയ ഡീൽ അല്ലെങ്കിൽ പുതിയ കസ്റ്റമർ ആത്മവിശ്വാസം തിരികെ നൽകാം. പണം വരും, പക്ഷെ നിൽക്കില്ല. അപ്രതീക്ഷിത ചെലവുകൾ വരാം. വീട്ടിലേക്കുള്ള ചെലവ്, വാഹനവുമായി ബന്ധപ്പെട്ട ചെലവ്, അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ. ഈ മാസം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും 2 തവണ ആലോചിക്കുക. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക, നോ എന്ന് പറയുക. ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രണയത്തിലുള്ള അശ്വതി നക്ഷത്രക്കാർ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഈ മാസം മൂന്നാമതൊരാളല്ല, നിങ്ങളുടെ എടുത്തുചാട്ടമാണ്. ഒരു ചെറിയ വാക്ക് പോലും വലിയ അകലം സൃഷ്ടിക്കാം. പങ്കാളിയെ പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. സിംഗിൾസ് ആയൊരു ജൂലൈ അവസാനിച്ചെന്ന് കരുതി ഒരു സംഭാഷണം വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു പുതിയ പരിചയവും ചിലർക്കുണ്ടാകാം. പക്ഷെ ആദ്യം ആകർഷണം മാത്രം കൊണ്ട് തീരുമാനമെടുക്കരുത്. കുടുംബത്തിൽ മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സഹോദരനുമായി പണവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടിൽ ഒരു പ്രധാന തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഉടനെ അംഗീകരിക്കണമെന്നില്ല. ക്ഷമയാണ് ഈ മാസം നിങ്ങളുടെ ശക്തി. ആരോഗ്യത്തിൽ വലിയ ഭീഷണിയൊന്നുമില്ല. എന്നാൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അമിതമായ ഓട്ടം ഇവ ശരീരം ക്ഷീണിപ്പിക്കാം. ഇപ്പോൾ ഒരു രഹസ്യം പറയാം. ഓഗസ്റ്റ് അശ്വതി നക്ഷത്രക്കാരെ ശിക്ഷിക്കാൻ വന്ന മാസമല്ല, അവരുടെ വേഗം നിയന്ത്രിക്കാൻ വന്ന മാസമാണ്. ആദ്യ 3 ആഴ്ചകൾ ക്ഷമ പഠിപ്പിക്കും. അവസാന ആഴ്ച പ്രതിഫലം നൽകും. നിങ്ങൾ കോപം നിയന്ത്രിച്ചാൽ, തീരുമാനങ്ങൾ സൂക്ഷിച്ചെടുത്താൽ, ആളുകളെ അന്ധമായി വിശ്വസിക്കാതിരുന്നാൽ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും നല്ലൊരു തുടക്കം ലഭിക്കും. കാരണം അശ്വതി നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി വേഗത്തിലല്ല, വീണാലും വീണ്ടും എഴുന്നേറ്റ് ഓടാനുള്ള കഴിവിലാണ്. ഭരണി നക്ഷത്രക്കാരെ, ജൂലൈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയാകും. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത്രയും ചെയ്തിട്ടും എനിക്ക് വേണ്ടി ആരാണ് ചെയ്യാത്തത്? നിങ്ങൾ അത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ജൂലൈയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയത് ജോലിയല്ല, മനുഷ്യരാണ്. പക്ഷേ ഓഗസ്റ്റിൽ അതേ മനുഷ്യരാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ പോകുന്നത്. ഭരണി ഒരു സാധാരണ നക്ഷത്രമല്ല, ഇതിൻ്റെ അധിപൻ ശുക്രനാണ്, അതിദേവ യമധർമ്മൻ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പുറമെ ചിരിക്കുമ്പോഴും അകത്ത് 1000 കാര്യങ്ങൾ ഒളിപ്പിച്ച് ജീവിക്കുന്നവർ. ആരെയെങ്കിലും സ്നേഹിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. വെറുത്താൽ ജീവിതകാലം മറക്കാൻ ബുദ്ധിമുട്ടും. വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ പോലും മാറ്റിവെക്കും. പക്ഷെ ഒരിക്കൽ വിശ്വാസം തകർന്നാൽ വീണ്ടും പഴയ പോലെ തിരികെ വരില്ല. ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി ജോലി സ്ഥലത്ത് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും തെറ്റായി മനസ്സിലാക്കപ്പെടാം. നിങ്ങളുടെ കഴിവ് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ചിലർക്കുണ്ടാകാം. പക്ഷേ ഇത് സ്ഥിരമല്ല. മാസത്തിലെ 2ാം പകുതിയിൽ നിങ്ങളുടെ പഴയ പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരവസരം വന്നേക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷം ഒരു പുതിയ വാതിൽ തുറക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ആദ്യം ആഴ്ചകൾ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക.
വാഗ്ദാനം ധാരാളം കേൾക്കും, പക്ഷെ എല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല. പഴയ ക്ലയൻറ്റിൽ നിന്നും വൈകിയിരിക്കുന്ന പണം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഒരു പുതിയ പങ്കാളിത്തം വരാം, എന്നാൽ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം മാത്രമേ എടുക്കാവൂ. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാനം ഉണ്ടാകും, പക്ഷെ അതിനൊപ്പം അപ്രതീക്ഷിത ചെലവുകളും വരും. വീട്ടിലെ ആവശ്യങ്ങൾ, വാഹനം അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാകും. സമ്പാദിക്കുന്നത് മാത്രം പോരാ, സംരക്ഷിക്കാനും അറിയണം. പ്രണയ ജീവിതത്തിൽ ഒരു മാസം വികാരങ്ങൾ വളരെ ശക്തമായിരിക്കും. ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ മൗനമായി മാറാം. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം, പക്ഷെ പറയാതെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. സിംഗിളായവർ ജൂലൈ അവസാനിച്ചെന്ന് കരുതി ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം തീരുമാനമെടുക്കുന്ന ഹൃദയം കൊണ്ടല്ല, അനുഭവം കൊണ്ടാണ്. കുടുംബത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാം. നിങ്ങളുടെ അഭിപ്രായത്തിന് ആദ്യ എതിർപ്പ് നേരിടാം, എന്നാൽ ക്ഷമയോടെ സംസാരിച്ചാൽ അവസാനം കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയും. പ്രായമായ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ശരീരത്തെക്കാൾ ഈ മാസം മനസ്സാണ് കൂടുതൽ ക്ഷീണിക്കാൻ സാധ്യത. ഉറക്കക്കുറവ്, അമിത ചിന്ത, പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്ന സ്വഭാവം, ഇവ ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്വന്തം മനസ്സിന് പരിശ്രമം കൊടുക്കാൻ പഠിക്കണം. ഭരണി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ തോൽപ്പിക്കാൻ വന്ന മാസമല്ല. നിങ്ങൾ ആരെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകണം, ആരെയാണ് പിന്നിൽ വിട്ടുപോകേണ്ടത്, അത് പഠിപ്പിക്കാൻ വന്ന മാസമാണ്. ഈ മാസം എല്ലാവരും നിങ്ങളെ വിട്ടുപോകില്ല, പക്ഷെ വിട്ടുപോകുന്നവർ നിങ്ങളുടേതായിരുന്നില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. മാസത്തിൻ്റെ അവസാന ആഴ്ച ഒരു സന്തോഷ വാർത്ത, ഒരു സാമ്പത്തിക ആശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു തീരുമാനം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ഭരണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കോപമല്ല, എത്ര വേദനിച്ചാലും വീണ്ടും ജീവിതം പണിയാനുള്ള കഴിവാണ്. കാർത്തിക നക്ഷത്രക്കാരെ, ജൂലൈ മാസം നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു. എല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കില്ല. ചിലർ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു, പക്ഷെ പിന്നിൽ നിന്ന് തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു. ചിലർ നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിച്ചു, പക്ഷെ അവസരം വന്നപ്പോൾ നിങ്ങളെ ഒഴിവാക്കി. ഇപ്പോൾ ചോദ്യം, ഓഗസ്റ്റിൽ നിങ്ങൾ പ്രതികാരം ചെയ്യുമോ അതോ വിജയിക്കുമോ? കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ യുദ്ധം മറ്റൊരാളോടല്ല, നിങ്ങളുടെ സ്വന്തം കോപത്തോടാണ്. കാർത്തിക ഒരു അഗ്നി നക്ഷത്രമാണ്. ഇതിൻ്റെ അധിപൻ സൂര്യനാണ്. അതിദേവനാണ് അഗ്നിദേവൻ. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളത്, അവർക്ക് കള്ളം ഇഷ്ടമല്ല. അനീതി കണ്ടാൽ മിണ്ടാതിരിക്കാനും കഴിയില്ല. എന്ത് ചെയ്താലും ഏറ്റവും മികച്ച ചെയ്യണമെന്ന ആഗ്രഹം. പക്ഷേ ഈ സ്വഭാവം കാരണം പലർക്കും അവർ അഹങ്കാരികളാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ് കൂടുതൽ. ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിച്ച ഒരു പ്ലാന് വൈകി, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരാൾ നിങ്ങളെ നിരാശപ്പെടുത്തി. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിയിലെ സമ്മർദ്ദം, ചിലർക്ക് സാമ്പത്തിക ബാധ്യത, ചിലർക്ക് ബന്ധങ്ങളിലെ അകലം. പക്ഷേ ജൂലൈ നിങ്ങളെ തകർത്തിട്ടില്ല, ഓഗസ്റ്റിനായി തയ്യാറാക്കിയതാണ്. ജോലിയിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വരാം. നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടും. ചിലർക്ക് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ആദ്യ ആഴ്ചകളിലെ സമ്മർദ്ദം തന്നെ പിന്നീട് അംഗീകാരമായി മാറാനുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ല വാർത്ത ലഭിക്കാം. ബിസിനസ് ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർ ഈ മാസം പുതിയ ആശയങ്ങൾ വരും, പക്ഷെ എല്ലാ ആശയവും ഉടൻ നടപ്പാക്കരുത്. പങ്കാളികളെ അന്ധമായി വിശ്വസിക്കരുത്. രേഖകൾ വായിക്കാതെ ഒപ്പിടരുത്. മാസാവസാനം ഒരു വലിയ അവസരം തുറക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പണം വരും, പക്ഷെ നികുതികൾ, കടങ്ങൾ, അപ്രതീക്ഷിത ചെലവുകൾ എന്നിവ കാരണം കയ്യിൽ നിൽക്കാതെ പോകാം. ഓഗസ്റ്റിൽ വലിയ വാങ്ങലുകൾ ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. എന്നാൽ മുടങ്ങിയിരിക്കുന്ന ഒരു പണം ലഭിക്കാനോ പുതിയ വരുമാന മാർഗം തുറക്കാനോ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ശരിയാണ് എന്ന ചിന്തയാണ്. അത് മാറ്റിയില്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾ വലിയ അകലമായി മാറാം. വിവാഹിതർ പങ്കാളിയുടെ അഭിപ്രായവും കേൾക്കുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം, പക്ഷെ ആദ്യ ആകർഷണം മാത്രം നോക്കി തീരുമാനം എടുക്കരുത്. കുടുംബത്തിൽ നിങ്ങളുടെ ഒരു തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രായമായ ഒരാളുടെ ഉപദേശം ആദ്യം ഇഷ്ടപ്പെടാതെ വന്നാലും പിന്നീട് അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഈ മാസം വീട്ടിലെ സമാധാനം നിങ്ങളുടെ വാക്കുകളെ ആശ്രയിച്ചിരിക്കും. ആരോഗ്യത്തിൽ അമിത ജോലിഭാരം, ഉറക്കക്കുറവ്, തലവേദന, അസിഡിറ്റി പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. വിശ്രമം അവഗണിക്കരുത്. കാർത്തിക നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ തടയാൻ വന്ന മാസമല്ല. നിങ്ങളുടെ തീയെ ശരിയായ ദിശയിൽ
ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന മാസമാണ്. കോപം നിയന്ത്രിച്ചാൽ, തീരുമാനങ്ങൾ ക്ഷമയോടെ എടുത്താൽ, വിശ്വസിക്കേണ്ട ആളുകളെ തിരിച്ചറിഞ്ഞാൽ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ജൂലൈയിലെ അതേ വ്യക്തിയായിരിക്കില്ല. കാരണം അഗ്നിയുടെ സ്വഭാവം നശിപ്പിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുകയാണ്. ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടച്ചേക്കാം, പക്ഷെ അതിലും വലിയ വാതിലുകൾ തുറക്കാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, സ്വന്തം ദൗർബല്യങ്ങളെ ജയിക്കുന്നതിലാണ്. രോഹിണി നക്ഷത്രം, ജൂലൈ നിങ്ങൾ നഷ്ടപ്പെട്ടത് ഒരു അവസരമായിരിക്കാം, ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആരെയും അറിയാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ മനസ്സമാധാനമായിരിക്കാം. പുറത്ത് നിങ്ങൾ ചിരിച്ചു, പക്ഷെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം: ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എനിക്ക് അനുകൂലമാകാത്തത്? ഈ ആഗസ്റ്റ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന മാസമാണ്. പക്ഷെ ആദ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കണം. രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അവർ എവിടെ പോയാലും ആളുകൾ ശ്രദ്ധിക്കും. പണം സമ്പാദിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. സൗന്ദര്യം, കല, ബിസിനസ്, മനുഷ്യബന്ധങ്ങൾ, ഇവയിൽ സ്വാഭാവികമായ ഒരു മിടുക്ക് കാണാം. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹൃദയം പറയുന്നത് ഇവർ പലപ്പോഴും ബുദ്ധിയേക്കാൾ കൂടുതൽ കേൾക്കും. അതാണ് ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങൾ ആരെങ്കിലും അമിതമായി വിശ്വസിച്ചില്ലേ? ഒരു തീരുമാനത്തിൽ പിന്നീട് പശ്ചാത്താപിച്ചില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അറിയിച്ച അംഗീകാരം മറ്റൊരാൾക്ക് ലഭിച്ചില്ലേ? ചില രോഹിണി നക്ഷത്രക്കാർക്ക് പണം വന്നിട്ടും കയ്യിൽ നിന്നില്ല. ചിലർക്ക് ബന്ധങ്ങളിൽ അകലം വന്നു. മറ്റുള്ളവർക്ക് മനസ്സിൽ പറയാനാകാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ഇനി ശ്രദ്ധിക്കൂ, ഓഗസ്റ്റ് അതേ തെറ്റ് വീണ്ടും ചെയ്യാൻ അനുവദിക്കില്ല. ഓഗസ്റ്റിൽ ആദ്യ 2 ആഴ്ചകൾ ക്ഷമയുടെ പരീക്ഷയാണ്. നിങ്ങളുടെ ജോലി മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തതുപോലെ തോന്നാം. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ആദ്യം അത് ഭാരമായി തോന്നും, പക്ഷെ മാസാവസാനം അതേ ഉത്തരവാദിത്തം പുതിയ അവസരത്തിൻ്റെ വാതിൽ തുറക്കാം. ജോലി അന്വേഷിക്കുന്നവർ 3 ആഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ കസ്റ്റമറെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പഴയ കുടിശ്ശികകൾ പിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേടാം. വലിയ നിക്ഷേപങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. പരസ്യങ്ങൾ, ബ്രാൻഡിംഗ്, ഓൺലൈൻ വളർച്ച ഇവയിൽ ശ്രദ്ധ നൽകിയാൽ ദീർഘകാലം നേട്ടം ലഭിക്കാം. പണത്തിൻ്റെ കാര്യങ്ങൾ വരുമാനം ഉണ്ടാക്കും, പക്ഷെ ആഡംബര ചെലവുകൾ കൂടും. വീട്ടിലേക്കുള്ള വാങ്ങലുകൾ, യാത്ര അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടിയുള്ള ചെലവുകൾ പ്രതീക്ഷിച്ചതും കൂടുതലായിരിക്കും. ഒരു കാര്യം ഓർക്കുക, ഈ മാസം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സംരക്ഷിക്കുന്നത്. പ്രണയ ജീവിതത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് വികാരങ്ങളുടെ മാസമാണ്. ചിലർക്ക് പഴയ ഒരാൾ വീണ്ടും ജീവിതത്തിലേക്ക് വരാം. ചിലർക്ക് പുതിയ പരിചയം പ്രതീക്ഷ നൽകാം. പക്ഷെ ഒറ്റപ്പെടുമോ എന്ന ഭയം കൊണ്ട് തെറ്റായ ആളുകളെ പിടിച്ചു നിർത്തുന്നത്. വിവാഹിതർ പങ്കാളിയുമായി തുറന്ന സംഭാഷണം നടത്തുക. പറയാതെ വെച്ച വികാരങ്ങൾ പിന്നീട് വലിയ പ്രശ്നമാകാം. കുടുംബത്തിലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു പ്രായമായ കുടുംബത്തിന്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. വീട്ടിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ഈ മാസം കുടുംബത്തിന്റെ പിന്തുണ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകും. ആരോഗ്യത്തിന് ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ഭക്ഷണക്രമത്തിൽ അശ്രദ്ധ ഇവ ശ്രദ്ധിക്കണം. ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോൾ അത് അവഗണിക്കരുത്. രോഹിണി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ വന്ന മാസമല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ളത് എന്താണെന്ന് കാണിച്ചു തരാമെന്ന മാസമാണ്. ചില ആളുകൾ പോകും, ചില അവസരങ്ങൾ നഷ്ടമാകും. ആദ്യം അത് നഷ്ടമായി തോന്നും, പക്ഷേ സെപ്റ്റംബർ ആരംഭിക്കുക അവ തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഓർമ്മിക്കുക, രോഹിണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സൗന്ദര്യമല്ല, ഏത് സാഹചര്യത്തിലും വീണ്ടും പൂക്കാനുള്ള കഴിവാണ്. മകീര നക്ഷത്രക്കാരെ, ജൂലൈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം സന്തോഷം നഷ്ടമാകുന്നത് നിങ്ങൾക്കായിരിക്കും. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചു, അവർ അവസരത്തിനായി കാത്തിരിക്കുന്നു. ഒരു തീരുമാനം പലതവണ മാറ്റിവെച്ചു, പക്ഷേ ജൂലൈ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പോൾ ഒരു ചോദ്യം: ഓഗസ്റ്റ് നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്ന സമയം മാത്രമാണോ, അതോ ജീവിതം മാറ്റുന്ന ഒരു അവസരമാണോ? ഈ വീഡിയോ മുഴുവൻ കാണും, കാരണം മകീര നക്ഷത്രക്കാർ ഈ മാസം ചെയ്യുന്ന ഒരു തെറ്റ് വർഷങ്ങൾ പിന്നോട്ടടുപ്പിക്കാൻ പോലും കാരണമാകാം. മകീര നക്ഷത്രം ഭരണഗ്രഹം ചൊവ്വ, അതിദേവത സോമൻ അതായത് ചന്ദ്രൻ, പ്രതീകം മാനിന്റെ തലയാണ്. അതുകൊണ്ടാണ് മകീര നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളത്. അവർ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കും. പുതിയ അറിവ്, പുതിയ ആളുകൾ, പുതിയ അവസരങ്ങൾ. ഒരിടത്ത് അധിക നേരം നിൽക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല. വളരെ ബുദ്ധിയുള്ളവരാണ്, നല്ല നിരീക്ഷകരാണ്.
പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്നതിന് മുമ്പേ മറ്റൊന്നിലേക്ക് മനസ്സ് പോകും. അതുകൊണ്ടാണ് പല കഴിവുകളും ഉണ്ടായിട്ടും അറിയിക്കുന്ന ഉയരത്തിലെത്താൻ ചിലപ്പോൾ വൈകുന്നത്. ജൂലൈ നിങ്ങൾ ഒരു കാര്യം പലതവണ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ശരിയായ വഴിയിലാണോ? ചിലർക്ക് ജോലി മാറണമെന്ന് തോന്നി, ചിലർക്ക് ബിസിനസ് വികസിപ്പിക്കണമെന്ന് തോന്നി, ചിലർക്ക് ഒരു ബന്ധം തുടരണമോ എന്നൊരു സംശയം വന്നു. പക്ഷെ ഉത്തരം കിട്ടിയില്ല. കാരണം ജൂലൈ തീരുമാനങ്ങൾ നൽകിയില്ല, സംശയങ്ങളാണ് നൽകിയത്. ഓഗസ്റ്റ് ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പോകുന്നു. ജൂലൈ ആദ്യ 2 ആഴ്ചയിൽ സമ്മർദ്ദം കൂടാം. നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട സാഹചര്യം വരും. ചിലർക്ക് പുതിയ പ്രൊജക്റ്റ് ലഭിക്കും. ആദ്യം അതൊരു ഭാരമായി തോന്നും. പക്ഷെ അത് തന്നെ പിന്നീട് നിങ്ങളുടെ കരിയറിലെ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർ ഒരു അവസരം ആദ്യമായി നഷ്ടമായതുപോലെ തോന്നും. പക്ഷെ അതിലും നല്ല അവസരം മാസാവസാനത്തോടെ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന മകീര നക്ഷത്രക്കാർ ഈ മാസം പുതിയ ആശയങ്ങൾ ധാരാളം വരും. പക്ഷെ എല്ലാ ആശയത്തിനും പിന്നാലെ ഓടരുത്. ഒരു കാര്യം പൂർത്തിയാക്കിയ ശേഷം മാത്രം അടുത്തത് തുടങ്ങുക. പഴയ കസ്റ്റമറിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാം. ഓൺലൈൻ ബിസിനസ്, മാർക്കറ്റിംഗ്, മീഡിയം, ക്രിയേറ്റീവ് ഇഷ്യൂസ് ഇവയിൽ ഉള്ളവർക്ക് വളർച്ചയുടെ സൂചനകൾ കാണാം. സാമ്പത്തികമായി വരുമാനം മോശമാകില്ല. പല വഴികളിലൂടെ ചിലവാക്കാം. യാത്ര, ഗാഡ്ജറ്റുകൾ, വീട്ടിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പഴയ ബാധ്യതകൾ. ഈ മാസം വലിയ റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. സമ്പാദിച്ചതിൻ്റെ ഒരു ഭാഗമെങ്കിലും മാറ്റി വെക്കുക. പ്രണയത്തിൽ മകീര നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം മനസ്സ് തുറന്ന് സംസാരിക്കാത്തതാണ്. നിങ്ങൾ സ്നേഹിക്കും പക്ഷെ പറയില്ല, വിഷമിക്കും പക്ഷെ കാണിക്കില്ല. ഓഗസ്റ്റിൽ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണ വലിയ അകലമായി മാറാം. സിംഗിൾസ് ഒരു പുതിയ പരിചയം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സമയമെടുക്കുക. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വില ലഭിക്കും. പക്ഷെ കോപത്തിൽ പറഞ്ഞൊരു വാക്ക് എല്ലാവരെയും വേദനിപ്പിക്കാം. പ്രായമായ ഒരാളുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുക. വീട്ടിലൊരു സന്തോഷ വാർത്തയും കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, കഴുത്ത് അല്ലെങ്കിൽ തോളിലെ വേദന, അമിതമായ മാനസിക സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. വിശ്രമം മാറ്റിവെക്കരുത്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പരിഗണന നൽകുക. മകീര നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ കഴിവിനെയല്ല, നിങ്ങളുടെ ഏകാഗ്രതയാണ്. നിങ്ങളൊരു ലക്ഷ്യത്തിൽ ഉറച്ചു. ആ മാസം അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാം. കരിയറിൽ പുരോഗതി, പുതിയ വരുമാന ബന്ധങ്ങളിൽ വ്യക്തത, മനസ്സ് സമാധാനം. ഇവയിൽ ഒന്നോ അതിലധികമോ തേടിയെത്താൻ സാധ്യതയുണ്ട്. നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, മകീര നക്ഷത്രത്തിലെ ഏറ്റവും വലിയ ശക്തി വേഗത്തിൽ ഓടുന്നതല്ല. മകീര നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ കഴിവിനെയല്ല, നിങ്ങളുടെ ഏകാഗ്രതയാണ്. നിങ്ങളൊരു ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ ഈ മാസം അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാം. കരിയറിൽ പുരോഗതി, പുതിയ വരുമാന അവസരം, ബന്ധങ്ങളിൽ വ്യക്തത, മനസ്സിൽ സമാധാനം. ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, മകീര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വേഗത്തിൽ ഓടുന്നതല്ല, മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ ആദ്യം തിരിച്ചറിയുന്നതിലാണ്. അതുകൊണ്ടാണ് ഓടാൻ തിരക്ക് കൂട്ടരുത്. ആദ്യം ദിശ ശരിയാണോ എന്ന് ഉറപ്പാക്കൂ. അപ്പോൾ നിങ്ങൾ എത്തുന്ന ലക്ഷ്യം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിരിക്കും. പുണർദ നക്ഷത്രക്കാരെ, ജൂലൈ മാസം നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചു. ചില വാതിലുകൾ എത്ര തവണ മുട്ടിയാലും തുറക്കില്ല. നിങ്ങൾ ക്ഷമിച്ചു, നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾ വീണ്ടും വീണ്ടും ഒരവസരം കൊടുത്തു. പക്ഷെ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചോ? ചിലർക്ക് ലഭിച്ചില്ല. കാരണം ജൂലൈ മാസം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല വന്നത്. ആരാണ് നിങ്ങളോടൊപ്പം നടക്കേണ്ടത് എന്ന് കാണിച്ചു തരാനാണ് വന്നത്. ഇപ്പോഴൊരു ചോദ്യം, ഓഗസ്റ്റ് നിങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ മാസമാണോ? ഇപ്പോഴൊരു ചോദ്യം, ഓഗസ്റ്റ് നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ മാസമാണോ അതോ തിരിച്ചു വരവിൻ്റെ മാസമാണോ? പുണർ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ഗുരുവാണ്. അതിദേവത അതിഥി, സംരക്ഷണത്തിൻ്റെയും വിശാല ഹൃദയത്തിൻ്റെയും പ്രതീകവും. അതുകൊണ്ടാണ് പുണർ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് ഉള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ആരെയും വെറുക്കാൻ പറ്റില്ല. തകർന്ന ബന്ധങ്ങൾ പോലും വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നവരാണ്. ജീവിതം എത്ര തവണ പിന്നോട്ടടിച്ചാലും വീണ്ടും തുടങ്ങാൻ ധൈര്യമുള്ളവരാണ്. പക്ഷെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അർഹതയില്ലാത്ത ആളുകൾക്കും അവസരങ്ങൾക്കും നിങ്ങൾ വീണ്ടും വീണ്ടും അവസരം നൽകും. ജൂലൈയിൽ നിങ്ങളൊരു തീരുമാനത്തിൽ ആശയക്കുഴപ്പം അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് ജോലി സംബന്ധമായ അനിശ്ചിതത്വം ഉണ്ടാവാം. ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാവും. ചിലർക്ക് ബന്ധങ്ങളിൽ അകലം. പുറമേ എല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും അകത്ത് നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചിരുന്നു. ഓഗസ്റ്റ് ആ തുടക്കത്തിൽ ആദ്യ അധ്യായമാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി നിങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിക്കപ്പെടും.
നിങ്ങളുടെ പരിശ്രമത്തിനൂടെ അംഗീകാരം ലഭിക്കണമെന്നില്ല. ചിലർക്ക് അധിക ജോലി ഭാരം വരാം. എന്നാൽ മൂന്നാം ആഴ്ച മുതൽ സാഹചര്യങ്ങൾ മാറിത്തുടങ്ങും. മേലുദ്യോഗസ്ഥരെ ശ്രദ്ധ ലഭിക്കാം. പഴയ അപേക്ഷ ഇൻ്റർവ്യൂ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം, ഈ മാസം നിരാശയിൽ ജോലി ഉപേക്ഷിക്കുന്ന തീരുമാനം എടുക്കരുത്. ബിസിനസ്സിൽ പഴയ ക്ലയൻറ്റുകളിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാം. മുടങ്ങിയിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് കയ്യിൽ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ പങ്കാളിത്തങ്ങളിൽ അമിത വിശ്വാസം കാണിക്കരുത്. രേഖകൾ പരിശോധിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. ഡിജിറ്റൽ ബിസിനസ്, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ് സർവീസ് മേഖല ഇവയിൽ ഉള്ളവർക്ക് പുതിയ അവസരങ്ങളും തുറക്കാം. സാമ്പത്തികമായി ഓഗസ്റ്റ് സ്ഥിരതയിലേക്ക് നീങ്ങുന്ന മാസമാണ്. ജൂലൈയിലെ ചില സമ്മർദ്ദങ്ങൾ കുറയാം. എന്നാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവുകൾക്കും കൂടുതൽ പണം ചെലവാക്കാം. കടം കൊടുക്കുമ്പോഴും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പ്രണയത്തെ പുണർന്ന നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹം എന്നത് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാത്ത തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കാം. വിവാഹിതരായവരോ ചെറിയ യാത്രയോ ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കുകയോ ചെയ്താൽ ബന്ധം കൂടുതൽ ശക്തമാകും. സിംഗിളായവർക്ക് ജൂലൈ അവസാനിച്ചതായി കരുതിയ ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം തീരുമാനമെടുക്കേണ്ടത് വികാരം കൊണ്ടല്ല, അനുഭവം കൊണ്ടാണ്. കുടുംബത്തിലൊരു പഴയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ഉപദേശം ഈ മാസം അവഗണിക്കരുത്. സഹോദരനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അത് വേഗത്തിൽ എന്തായാലും പരിഹരിക്കപ്പെടും. വീട്ടിലൊരു സന്തോഷകരമായ വാർത്തയും കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിലൊരു മാനസിക സമ്മർദ്ദം കുറഞ്ഞാലും ഉറക്കക്കുറവും ക്ഷീണവും ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും അശ്രദ്ധ കാണിക്കരുത്. ഈ മാസം മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് തുല്യമായി പ്രധാനമാണ്. പുണർന്ന നക്ഷത്രക്കാര്, ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള മാസമായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഏറ്റവും ശക്തനാക്കുന്ന മാസങ്ങളിൽ ഒന്നായിരിക്കും. ജൂലൈയിൽ അടഞ്ഞ വാതിലുകൾ ഓർത്ത് വിഷമിക്കരുത്. കാരണം ഓഗസ്റ്റ് തുറക്കാൻ പോകുന്ന ചില വാതിലുകൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവയായിരിക്കും. കരിയറിൽ ഒരു മുന്നേറ്റം, സാമ്പത്തികമായി ആശ്വാസം, ബന്ധങ്ങളിൽ വ്യക്തത, മനസ്സിൽ പുതിയ പ്രതീക്ഷ, ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പുണർന്ന നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, വീണാലും വീണ്ടും എഴുന്നേറ്റ് കൂടുതൽ വിവേകത്തോടെ മുന്നോട്ട് നടക്കുന്നതിലാണ്. ഈ ഓഗസ്റ്റിൽ പഴയ ഭാരം ഇറക്കി വെക്കുക എന്തായാലും. കാരണം പുതിയ അനുഗ്രഹങ്ങൾക്ക് ഇടം കിട്ടണമെങ്കിൽ പഴയ ഭാരങ്ങൾ വിട്ടേ മതിയാകൂ. പൂയ നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾക്കൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അവസാനം ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചു, ആരുടെയെങ്കിലും പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാക്കി, നിങ്ങളുടെ സമയം പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പക്ഷെ അതിനു മുമ്പ് പൂയ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് അറിയണം. പൂയ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശനിയാണ്. അതിദേവൻ ബൃഹസ്പതി, അതായത് ഗുരു. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് രണ്ട് പ്രത്യേക ഗുണങ്ങളുണ്ട്. ഒന്ന് അച്ചടക്കം, രണ്ട് മറ്റുള്ളവരെ വളർത്താനുള്ള മനസ്സ്. പൂയ നക്ഷത്രക്കാർ ഒരു കുടുംബത്തിൻ്റെ തൂണായിരിക്കാം. സുഹൃത്തുക്കൾക്ക് നല്ല ഉപദേശകനായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കില്ല. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്, ഇല്ല എന്ന് പറയാൻ ഇവർക്കറിയില്ല. അതാണ് പലരും മുതലെടുക്കുന്നത്. ഈ ഓഗസ്റ്റിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കുറവായിരുന്നില്ലേ? ചിലർക്ക് ജോലിയുടെ സമ്മർദ്ദം, ചിലർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ചിലർക്ക് സാമ്പത്തിക ബാധ്യത, എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നെ ആരാണ് മനസ്സിലാക്കുന്നത്? ഓഗസ്റ്റിൽ ഈ ചോദ്യത്തിന് ജീവിതം തന്നെ മറുപടി നൽകും. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വരും. നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് ലഭിക്കുന്ന സാഹചര്യം ചിലർക്കുണ്ടാകാം. അത് നിങ്ങളെ നിരാശപ്പെടുത്തും. പക്ഷേ ആ നിരാശയിൽ എടുത്ത തീരുമാനം പിന്നീട് പശ്ചാത്താപമാകാം. മൂന്നാം ആഴ്ച മുതൽ മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം കൂടുതൽ ലഭിക്കും. പുതിയ പ്രൊജക്റ്റോ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന പൂയ നക്ഷത്രക്കാർ ഈ മാസം വിശ്വാസം മാത്രം നോക്കി ഒരു തീരുമാനം എടുക്കരുത്. കരാറുകൾ വായിക്കുക, പണം വാങ്ങേണ്ട സമയത്ത് വാങ്ങുക. കാരണം വൈകിയുള്ള പേയ്മെൻറ്റുകൾ ചെറിയ സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാം. അതേസമയം പഴയ ഒരു ക്ലയൻറ്റ് വീണ്ടും നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്.
അത് വലിയ അവസരമായി മാറാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി പണം വരും, പക്ഷെ വീട്ടിൽ ആവശ്യങ്ങൾ, കുടുംബ ചിലവുകൾ, വാഹനം അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളുമായി വലിയ ബന്ധപ്പെട്ട ചിലവുകൾ ഇവ പ്രതീക്ഷിച്ചതിലും കൂടാം. ഒരു കാര്യം മാത്രം, ഈ മാസം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാക്കരുത്. പ്രണയ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ അതിരു കടന്ന് കരുതുന്നവരാണ്. ചിലപ്പോൾ സ്വന്തം വികാരങ്ങൾ പറയാതെ ഉള്ളിൽ സൂക്ഷിക്കും. അതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. വിവാഹിതർ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവിടുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം ഉണ്ടാക്കുക. പക്ഷെ ആ വ്യക്തിയുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കാതെ പ്രവൃത്തിയിലും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതേസമയം പ്രായമായ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വീട്ടിൽ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനും അല്ലെങ്കിൽ പുതിയ പ്രശ്നം സൃഷ്ടിക്കാനും കഴിയും. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ആരോഗ്യത്തിന് ക്ഷീണം, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, അമിത സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരെയും നോക്കുന്നത് പോലെ ഈ മാസം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നോക്കണം. പൂയ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ ശിക്ഷിക്കാൻ വന്ന മാസമല്ല, നിങ്ങളുടെ വില തിരിച്ചറിയാൻ പഠിക്കുന്ന മാസമാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടിയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഈ മാസം കുറച്ചെങ്കിലും സ്വന്തം ജീവിതത്തിനും സമയം മാറ്റിവെക്കണം. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ഒരു സന്തോഷ വാർത്ത, ഒരു സാമ്പത്തിക ആശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു തീരുമാനം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പൂയ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിലല്ല, എപ്പോൾ ആരെ സഹായിക്കണം, എപ്പോൾ സ്വന്തം ജീവിതത്തിന് മുൻഗണന നൽകണം, അത് തിരിച്ചറിയുന്നതിലാണ്. ഈ ഓഗസ്റ്റ് നിങ്ങളെ തോൽപ്പിക്കാൻ വന്നിട്ടില്ല. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാൻ വന്നതാണ്. ആയില്യം നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. നിശബ്ദതയ്ക്ക് ഒരു വിലയുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും കണ്ടു, പക്ഷെ പ്രതികരിച്ചില്ല. പലരുടെയും യഥാർത്ഥ മുഖം മനസ്സിലായി, പക്ഷെ പുറത്ത് കാണിച്ചില്ല. ചിലർ നിങ്ങളെ ദുർബലനെന്ന് കരുതി, കാരണം നിങ്ങൾ മിണ്ടാതിരുന്നു. പക്ഷെ അവർക്കറിയില്ല, ആയില്യം നക്ഷത്രക്കാർ സംസാരിക്കുന്നതിന് മുമ്പ് നിരീക്ഷിക്കുന്നവരാണ്. എന്നാൽ ഈ ഓഗസ്റ്റിൽ നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് ചിലർ തെറ്റായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളടുത്ത് ഒരു ചോദ്യം, നിങ്ങൾ വീണ്ടും മിണ്ടാതിരിക്കുമ്പോൾ അതോ ഈ പ്രാവശ്യം ജീവിതം മാറ്റുന്ന തീരുമാനം എടുക്കുമോ? ആയില്യ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ബുധനാണ്. അതിദേവത നാഗദേവതകളുമാണ്. അതുകൊണ്ടാണ് ആയില്യ നക്ഷത്രക്കാർക്ക് മറ്റൊരാളേക്കാൾ വ്യത്യസ്തമായ ഒരു കഴിവുള്ളത്. ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പെരുമാറ്റം വായിക്കാൻ നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കും. പുറത്ത് ശാന്തരായിരിക്കും, പക്ഷേ മനസ്സിനുള്ള 1000 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. ഒരാളെ വിശ്വസിക്കാൻ സമയമെടുക്കും, പക്ഷേ വിശ്വസിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. പ്രശ്നം എന്താ വെച്ചാൽ, ഒരിക്കൽ വിശ്വാസം തകർന്നാൽ ആ മുറിവ് വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ പരീക്ഷയും. ഒന്ന് ഓർത്ത് നോക്കൂ, ജൂലൈ നിങ്ങൾ പറയാതെ മനസ്സിൽ സൂക്ഷിച്ച എത്ര കാര്യങ്ങളുണ്ട്. ഒരു ജോലി, ഒരു ബന്ധം, ഒരു സാമ്പത്തിക തീരുമാനം, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് ഒരു വാക്ക്, അത് ഇന്നും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നില്ല. പുറത്ത് എല്ലാം ശരിയാണെന്ന് അഭിനയിച്ചെങ്കിലും ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് ഈ ഭാരം ഇറക്കി വയ്ക്കാനുള്ള മാസമാണ്. കരിയറിൽ ആദ്യ 2 ആഴ്ചകൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഓഫീസിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ തെറ്റായ ആശയവിനിമയം ചിലർക്കെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. നിങ്ങളുടെ ആശയങ്ങൾ ആദ്യം അംഗീകരിക്കപ്പെടാതെ വന്നാലും നിരാശപ്പെടരുത്. 3-ാം ആഴ്ച മുതൽ അതേ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവരെ പഴയൊരു അപേക്ഷയിൽ നിന്ന് വീണ്ടും വിളി വരാൻ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആയില്യ നക്ഷത്രക്കാർ ഈ മാസം എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. വാക്കുകൾ മാത്രം വിശ്വസിക്കരുത്, രേഖകളും കണക്കുകളും പരിശോധിക്കുക. പഴയ ക്ലയൻറ്റുമായി വീണ്ടും ബന്ധം ശക്തമാക്കാം. ഓൺലൈൻ ബിസിനസ്, കൺസൾട്ടിങ്, മാർക്കറ്റിംഗ്, എഴുത്ത്, ഗവേഷണം ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. വീട്ടിലെ ആവശ്യങ്ങൾ, വാഹനം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചിലവുകൾ. പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ ഒരു മുടങ്ങിയ പണം കയ്യിൽ എത്താനോ പുതിയ വരുമാനമാർഗം തുറക്കാനോ സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം, ഈ മാസം വികാരം കാരണം പണം ചെലവഴിക്കരുത്. പ്രണയ ജീവിതത്തിൽ ആയില്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കും. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവൻ എന്താണ് ഉദ്ദേശിച്ചത്? അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്?
ഇങ്ങനെ ഓരോ കാര്യവും മനസ്സിൽ വിശകലനം ചെയ്യും. ഈ ആഗസ്റ്റിൽ ഒരു അമിത ചിന്ത കുറച്ചില്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ പോലും ഉണ്ടാകും. കല്യാണം കഴിഞ്ഞവർ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാം, പക്ഷെ ആ വ്യക്തിയെ പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. സ്വാഭാവികമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. കുടുംബത്തിലൊരു പഴയ പ്രശ്നം വീണ്ടും ചർച്ചയാകാം, പക്ഷേ ആ പ്രാവശ്യം അത് പരിഹരിക്കാനുള്ള അവസരവുമുണ്ട്. മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവിടുക. വീട്ടിലെ ഒരു മുതിർന്ന വ്യക്തിയുടെ ഉപദേശം ഈ മാസം അവഗണിക്കരുത്. അത് പിന്നീട് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ധനസംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവർ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ശരീരത്തെക്കാൾ ഈ മാസം മനസ്സിന് വിശ്രമം ആവശ്യമാണ്. ആയില്യം നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ ബുദ്ധിയല്ല, നിങ്ങളുടെ വിശ്വാസത്തെയാണ്. ആരെ വിശ്വസിക്കണം, ആരിൽ നിന്ന് അകലം പാലിക്കണം, ഏത് അവസരം സ്വീകരിക്കണം, ഏത് അവസരം വിട്ടുകളയണം, ഈ 4 തീരുമാനങ്ങളാണ് നിങ്ങൾ ഓഗസ്റ്റിന് നിർണ്ണയിക്കുന്നത്. മാസത്തിൻ്റെ അവസാന ആഴ്ച കരിയറിൽ ഒരു നല്ല വാർത്ത, ബിസിനസ്സിൽ പുതിയ സാധ്യത, സാമ്പത്തികമായി ചെറിയ ആശ്വാസം, അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ തിരിച്ചുവരവ്, ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഓർമ്മിപ്പിക്കുക, ആയില്യം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രതികാരമല്ല, മറ്റുള്ളവരെ കാണാത്ത സത്യങ്ങൾ ആദ്യം തിരിച്ചറിയാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റ് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്ക്, പക്ഷെ അവസാന തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടായിരിക്കണം. മകൻ നക്ഷത്രക്കാരെ, ജൂലൈ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം പുറത്തുള്ള ആളുകളുമായി അല്ല, അത് നിങ്ങളുടെ ഉള്ളിലായിരുന്നു. ഞാൻ ഇതിലും നല്ലത് അർഹിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ സമയം ഇനിയും വരാത്തത്? ഈ 2 ചോദ്യങ്ങൾ ജൂലൈയിൽ നിങ്ങൾ പല രാത്രികളും ഉറങ്ങാൻ അനുവദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഓഗസ്റ്റ് ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് വരുന്നത്. ഈ മാസം നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത 5 മാസങ്ങളുടെ ദിശ പോലും മാറ്റിയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണൂ. മകം ഒരു സാധാരണ നക്ഷത്രമല്ല, ഇതിൻ്റെ ഭരണഗ്രഹം കേതുവാണ്. അതിദേവത പിതൃഗണമാണ്. അതുകൊണ്ടാണ് മക നക്ഷത്രക്കാർക്ക് ജന്മന ഒരു പ്രത്യേക ഗുണമുള്ളത്, നേതൃത്വം. ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്, ബഹുമാനം നേടാനുള്ള ആഗ്രഹമുണ്ട്, സ്വന്തം പേരിൽ അറിയപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ നിന്നും നിൽക്കാൻ ഇഷ്ടമില്ല, സ്വന്തം വഴിയിൽ നടക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ ആത്മാഭിമാനം ചിലപ്പോൾ അഹങ്കാരമായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. മറ്റൊരു വലിയ ദൗർബല്യം, മനം വേദനിച്ചാൽ പുറത്ത് ഒന്നും കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ എല്ലാം സൂക്ഷിക്കും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നത്. ജൂലൈയിൽ നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾ ചെയ്ത ജോലിക്ക് മറ്റൊരാൾ പ്രശംസ നേടുകയും ചെയ്തു. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരം വൈകി, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ നിരാശപ്പെടുത്തി. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചെറുതായി ഒന്ന് കുലുക്കി. പക്ഷെ സത്യം എന്താണെന്നറിയോ? ജൂലൈ നിങ്ങളെ തടഞ്ഞതല്ല, വലിയൊരു അവസരത്തിനായി തയ്യാറാക്കുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി എളുപ്പമാകില്ല. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, കൂടുതൽ സമ്മർദ്ദം, ചിലർക്ക് മേലുദ്യോഗസ്ഥരുമായ അഭിപ്രായ വ്യത്യാസം, ചിലർക്ക് സഹപ്രവർത്തകരുടെ അസൂയ. പക്ഷെ ക്ഷമ കൈവിടരുത്. 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ കഴിവ് ശരിയായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരവസരം ലഭിക്കാം. ബിസിനസ്സിൽ മക നക്ഷത്രക്കാർക്ക് ഈ മാസം വളർച്ചയുടെ സൂചനയാണ്, പക്ഷെ വേഗത്തിൽ ലാഭം പ്രതീക്ഷിക്കരുത്. പഴയ ക്ലയൻറ്റിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാം, പക്ഷെ പുതിയ പങ്കാളിത്തം വരാം. എന്നാൽ എല്ലാ കരാറുകളും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഈ മാസം എടുത്ത ഒരു ബിസിനസ് തീരുമാനം വർഷാവസാനം വരെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാനം മോശമാകില്ല, പക്ഷേ കുടുംബ ചെലവുകൾ, യാത്ര അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ കൂടാം. ഒരു പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആവേശത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തരുത്. പ്രണയ ജീവിതത്തിൽ മക നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആദ്യം സംസാരിക്കില്ല എന്ന മനോഭാവമാണ്. ഈ ആത്മാഭിമാനം മാറ്റിയില്ലെങ്കിൽ ചെറിയ അകലം വലിയ മൗനമായി മാറും. വിവാഹിതര് പങ്കാളിയുടെ വികാരങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തുക. സിംഗിൾസ് ഒരു പുതിയ പരിചയം ജീവിതത്തിലേക്ക് വരാം, പക്ഷേ ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾ യഥാർത്ഥ സ്വഭാവം മാറ്റരുത്. കുടുംബത്തിലൊരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാം. മാതാപിതാക്കളുടെ മുതിർന്നവരുടെ അഭിപ്രായം കേൾക്കുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ക്ഷമയോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാം. കുടുംബത്തിലൊരു സന്തോഷ വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്.
ആരോഗ്യത്തിൽ അമിത ജോലിഭാരം, ഉറക്കക്കുറവ്, കഴുത്ത് അല്ലെങ്കിൽ പുറം വേദന ഇവ ശ്രദ്ധിക്കണം. ഈ മാസം ശരീരത്തേക്കാൾ മനസ്സിനും വിശ്രമം നൽകേണ്ടത് പ്രാധാന്യമാണ്. എൻ്റെ മകൻ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ താഴെ ഇറക്കാൻ വന്ന മാസമല്ല, നിങ്ങളെ ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ഷമ അളക്കാൻ വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ച നിങ്ങളെ പരീക്ഷിക്കും. 3-ാം ആഴ്ച മുതൽ സാഹചര്യങ്ങൾ പതിയെ മാറും. കരിയറിൽ അംഗീകാരം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, ബന്ധങ്ങളിൽ വ്യക്തത ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു തുടങ്ങാം. ഓർമ്മിക്കുക, മകര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, പ്രതിസന്ധി വന്നാലും സ്വന്തം മൂല്യം ഒരിക്കലും മറക്കാത്ത മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ ഒരു കാര്യം മാത്രം ചെയ്യൂ, നിങ്ങളെ ചെറുതായി കാണുന്ന ആളുകളെ പിന്തുടരുത്. നിങ്ങളുടെ കഴിവ് വളർത്തൂ. അപ്പോൾ ഒരു നാൾ അവർ തന്നെയായിരിക്കും നിങ്ങളെ തേടി വരിക. പൂര നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എല്ലാ പുഞ്ചിരിക്ക് പിന്നിൽ ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ വിശ്വസിച്ച ഒരാൾ, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരവസരം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചൊരു ബന്ധം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഓഗസ്റ്റിൽ നഷ്ടമാകാൻ പോകുന്നത് ഒരു ബന്ധം മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു അവസരവും ആകാം. കാരണം ഈ മാസം നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയും 2 ദിശകളിലേക്ക് നിങ്ങളെ വലിക്കാൻ പോകുകയാണ്. പൂര നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശുക്രനാണ്, അതിദേവത ഭഗദേവനും. അതുകൊണ്ടാണ് പൂര നക്ഷത്രക്കാർക്ക് ജന്മന ഒരു പ്രത്യേക ആകർഷണമുള്ളത്. ആൾക്കൂട്ടത്തിൽ അവർ എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടും. കല, സിനിമ, ബിസിനസ്, ഫാഷൻ, പബ്ലിക് റിലേഷൻ, ആളുകളുമായി ഇടപഴകേണ്ട മേഖലകളിൽ നിങ്ങൾക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പൂര നക്ഷത്രക്കാർ ചിലപ്പോൾ സ്വന്തം സന്തോഷം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കും. മറ്റൊരു ദൗർബല്യം, എല്ലാവരെയും വിശ്വസിക്കുന്ന മനസ്സ്. ഓഗസ്റ്റിലാണെങ്കിൽ ഈ 2 സ്വഭാവങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. ജൂലൈയിൽ നിങ്ങൾ പലതവണ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകാം, ഞാൻ തെറ്റായ ആളുകളിലാണോ സമയം ചെലവഴിക്കുന്നത് എന്ന്. ചിലർക്ക് സൗഹൃദത്തിൽ നിരാശ, ചിലർക്ക് പ്രണയത്തിൽ അകലം, ചിലർക്ക് കരിയറിൽ പ്രതീക്ഷിച്ച അംഗീകാരം ലഭിക്കാത്ത വന്ന അവസ്ഥ. എന്നാൽ ഈ നിരാശകൾ നിങ്ങളെ ദുർബലനാക്കാനല്ല വന്നത്, ആരാണ് നിങ്ങളുടെ ആളുകളെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് വന്നത്. കരിയറിൽ ഓഗസ്റ്റിൽ ആദ്യ 2 ആഴ്ചകളിൽ ജോലിഭാരം വർദ്ധിക്കും. നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ചിലർക്ക് സഹപ്രവർത്തകരുടെ അസൂയ നേരിടേണ്ടി വരാം. പക്ഷേ അവസാനം സംസാരിക്കുന്നത് നിങ്ങളുടെ ഫലങ്ങളായിരിക്കും. 3-ാം ആഴ്ചയ്ക്ക് ശേഷം പുതിയ ഉത്തരവാദിത്തമോ പ്രമോഷനെ കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ ഒരു നല്ല വാർത്തയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന പൂര നക്ഷത്രക്കാർ ഓഗസ്റ്റിൽ പുതിയ ആളുകളെ കാണും, പുതിയ അവസരങ്ങളും വരും. പക്ഷേ വലിയ വാഗ്ദാനങ്ങൾ കേട്ട് ഉടൻ തീരുമാനമെടുക്കരുത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ രേഖകൾ വ്യക്തമായി പരിശോധിക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയ, ബ്രാൻഡിംഗ്, മീഡിയ, ക്രിയേറ്റീവ് മേഖല ഇവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളർച്ചയുടെ സൂചനകളാണ്. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാനം ഉണ്ടാകും, പക്ഷെ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കണം. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. മാസാവസാനത്തോടെ ഒരു മുടങ്ങിയിരിക്കുന്ന തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ ഓഗസ്റ്റ് വളരെ നിർണായകമാണ്. പൂര നക്ഷത്രക്കാർ സ്നേഹിക്കുന്ന ആളുകളെ എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സ്നേഹം എന്നത് സ്വയം നഷ്ടപ്പെടുത്തലല്ല. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ തുറന്ന് സംസാരിക്കുക. സിംഗിൾ ആയവർക്ക് പുതിയ പരിചയം ഉണ്ടാകാം. ആ വ്യക്തി ആദ്യം നിങ്ങളെ ആകർഷിക്കും, പക്ഷെ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സമയമെടുക്കുക. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വലിയ പ്രശ്നമാകാതെ നോക്കണം. മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവിടുക. ഈ മാസം അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, ക്ഷീണം, അമിതമായ മാനസിക സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. പുറത്തുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ പഠിപ്പിക്കുക. പൂര നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ വന്ന മാസമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത്, ആരാണ് പോകേണ്ടത്, അത് തീരുമാനിക്കാൻ വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകളിൽ ചില നിരാശകളും ഉണ്ടാകാം, പക്ഷെ അതിനുശേഷം ഭാഗ്യം പുതിയ നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങും. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ ബന്ധങ്ങൾ, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത,
കുടുംബത്തിൽ സന്തോഷം. ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പൂര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സൗന്ദര്യമല്ല, ആളുകളുടെ ഹൃദയം കീഴടക്കാനുള്ള കഴിവാണ്. പക്ഷേ ഈ ഓഗസ്റ്റിൽ എല്ലാവരുടെയും ഹൃദയം നേടാൻ ശ്രമിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുന്ന ആളുകളെ കൊണ്ട് മാത്രം കൂടെ കൂട്ടൂ. കാരണം ശരിയായ ആളുകളാണ് ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. ഉത്തര നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ആരോടും സഹായം ചോദിച്ചില്ല. ആരോടും നിങ്ങളുടെ വിഷമവും പറഞ്ഞിട്ടുണ്ടാവില്ല. പുറത്ത് ശക്തനായി നിന്നു, പക്ഷെ അകത്ത് നിങ്ങൾ തളർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഓഗസ്റ്റിലും അതേ തെറ്റ് ആവർത്തിക്കുമോ? കാരണം ഈ മാസം നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്ന ശത്രുക്കളല്ല, നിങ്ങൾ ഏറ്റെടുക്കുന്ന അമിതമായ ഉത്തരവാദിത്തങ്ങളാണ്. ഉത്തരം നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം മതി. നിങ്ങൾ വാക്ക് കൊടുത്താൽ അത് പാലിക്കും. ഇതിൻ്റെ ഭരണഗ്രഹം സൂര്യനാണ്. അതിദേവത ആര്യമനുമാണ്. അതിനാൽ ബഹുമാനത്തിലും വിശ്വാസത്തിലും നിങ്ങൾ വലിയ വില നൽകും. ജോലി സ്ഥലത്ത്, കുടുംബത്തിൽ, സൗഹൃദത്തിൽ ഒരു ഉത്തരവാദിത്തം നൽകിയാൽ അത് പൂർത്തിയാകാതെ നിങ്ങൾ പിന്മാറില്ല. പക്ഷേ ഈ നല്ല സ്വഭാവം കൊണ്ടാണ് പലരും നിങ്ങളെ ഉപയോഗിക്കുന്നത്. കാരണം ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഓഗസ്റ്റിൽ ഈ സ്വഭാവം നിങ്ങളെ പരീക്ഷിക്കും. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാക്കിയില്ലേ? ജോലിയിൽ നിങ്ങൾ ചെയ്തതിലധികം ജോലി ഏറ്റെടുത്തില്ലേ? വീട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തില്ലേ? അല്ലെങ്കിൽ ഒരു ബന്ധം രക്ഷിക്കാൻ നിങ്ങൾ മാത്രം ശ്രമിച്ചില്ലേ? പക്ഷെ ഒരു സത്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം. ഒരു ബന്ധം രക്ഷിക്കാൻ ഒരാൾ മാത്രം ശ്രമിച്ചാൽ അതൊരിക്കലും ശക്തമാകില്ല. കരിയറിൽ ഓഗസ്റ്റിൽ ആദ്യ 2 ആഴ്ച വളരെ തിരക്കുള്ളതായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാം. നിങ്ങളുടെ കഴിവ് കാരണം കൂടുതൽ ജോലി നിങ്ങളെ തേടിയെത്തും. പക്ഷെ ഒരു മുന്നറിയിപ്പ്: എല്ലാ ജോലിയും ഏറ്റെടുക്കരുത്. അല്ലെങ്കിൽ ചെറിയൊരു പിഴവ് പോലും നിങ്ങളുടെ നല്ല പേരിനെ ബാധിച്ചേക്കാം. 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ ആത്മാർത്ഥത ശരിയായ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും. പ്രമോഷൻ, ടീം ലീഡർഷിപ്പ് അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ നല്ല വാർത്ത ചിലർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഉത്തര നക്ഷത്രക്കാർ ഈ മാസം കരാറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പുതിയ പങ്കാളിത്തം വന്നാൽ വാക്ക് മാത്രം വിശ്വസിക്കരുത്, എഴുത്തുപരമായ ഉറപ്പ് വാങ്ങുക. പഴയ ക്ലയൻറ്റിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാം. നിങ്ങളുടെ വിശ്വാസ്യതയാണ് ഈ മാസം ഏറ്റവും വലിയ സമ്പത്തും. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാന സ്ഥിരത കാണിക്കും. പക്ഷെ കുടുംബ ചെലവുകൾ, വീട്ടുമായി ബന്ധപ്പെട്ട ചെലവുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഇവ കൂടാൻ സാധ്യതയുണ്ട്. ഈ മാസം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് സ്വന്തം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. പ്രണയത്തിൽ ഉത്തര നക്ഷത്രക്കാർ ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. സ്നേഹം കാണിക്കും, പക്ഷെ വികാരങ്ങൾ പറയില്ല. അതുകൊണ്ട് പങ്കാളിക്ക് നിങ്ങൾ അകന്നു പോയതുപോലെ തോന്നാം. വിവാഹിതർ പങ്കാളിയുമായി സമയം ചെലവിടുക. ജോലി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. സിംഗിളായവർ ജോലിയുടെയോ സുഹൃത്തുക്കളിലൂടെയോ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ആളെ തിരഞ്ഞെടുക്കേണ്ടത് ഏകാന്തത കൊണ്ടല്ല, മൂല്യങ്ങൾ നോക്കിയാണ്. കുടുംബത്തിലൊരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാം. മുതിർന്നവരുടെ അഭിപ്രായം കേൾക്കുക. സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ക്ഷമയോടെ സംസാരിച്ചാൽ അത് വേഗത്തിൽ പരിഹരിക്കാം. മാസ അവസാനം വീട്ടിലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന് ജോലിഭാരം കാരണം ഉറക്കക്കുറവും ക്ഷീണവും പുറം വേദനയോ കഴുത്ത് വേദനയോ അനുഭവപ്പെടാം. ഈ മാസം വിശ്രമത്തെ ഒരു ആഡംബരമായി കാണരുത്, അത് നിങ്ങളുടെ ആവശ്യമാണ്. ഉത്തര നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നല്ലതാണ്, പക്ഷേ എല്ലാവരുടെയും ജോലി ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്നത് ബുദ്ധിയല്ല. ജൂലൈയിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഓഗസ്റ്റിൽ അല്പം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. മാസത്തിൻ്റെ അവസാന ആഴ്ച ഒരു കരിയർ മുന്നേറ്റം, ഒരു സാമ്പത്തിക ആശ്വാസം, ഒരു പുതിയ കരാർ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ വീണ്ടും വിശ്വാസം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ഉത്തര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അധികാരത്തിലല്ല, ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള കഴിവിലാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഊർജ്ജം ശരിയായ ആളുകൾക്കും ശരിയായ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ചെലവാക്കൂ.
അത്തം നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളെ തോൽപ്പിച്ചത് ഭാഗ്യമല്ല, നിങ്ങളുടെ സ്വന്തം ചിന്തകളാണ്. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ വൈകി, ഒരു അവസരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു, ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അവസാനം നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം പണമല്ല, സമയമായിരുന്നു. പക്ഷെ ഓഗസ്റ്റ് ഒരു മുന്നറിയിപ്പാണ് വരുന്നത്. ഈ മാസം നിങ്ങൾ അമിതമായി ആലോചിക്കുന്ന ഓരോ ദിവസം മറ്റൊരാൾ മുന്നോട്ട് പോകുന്ന ദിവസമായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചന്ദ്രൻ, അതിദേവൻ സവിതാവ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം ഒരു തുറന്ന കൈ. അതിന് ഒരു വലിയ അർത്ഥവുമുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. കൈവേല, ബിസിനസ്, ഡിസൈൻ, സിനിമ, എഴുത്ത്, ടെക്നോളജി, ഏത് മേഖലയിലും സ്വന്തം കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരു ദൗർലഭ്യമുണ്ട്, എല്ലാം പൂർണ്ണമായിരിക്കണം എന്ന ചിന്ത. അതുകൊണ്ട് പല നല്ല അവസരങ്ങളും വൈകിപ്പോകും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ കുറച്ചുകൂടി കാത്തിരിക്കുക എന്ന് നിങ്ങൾ എത്ര തവണ പറഞ്ഞു? ഒരു ജോലി, ഒരു ബിസിനസ് തീരുമാനം, ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം. നിങ്ങൾ തയ്യാറായിരുന്നെങ്കിലും ആദ്യ ചുവട് വയ്ക്കാൻ മടിച്ചു. ഓഗസ്റ്റ് അങ്ങനെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കില്ല. കരിയറിൽ ഓഗസ്റ്റിൽ ആദ്യ പകുതി നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ചിലർക്ക് നിങ്ങൾ ചെയ്ത ജോലിക്ക് മറ്റൊരാൾ പ്രശംസ നേടുന്നത് കാണേണ്ടി വരും. അത് നിരാശപ്പെടുത്തും. പക്ഷെ 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ ആത്മാർത്ഥതയും കൃത്യതയും അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പഴയതായി കരുതിയ ഒരു അവസരം വീണ്ടും തുറക്കാം. ബിസിനസ് ചെയ്യുന്ന അത്തം നക്ഷത്രക്കാർ ഈ മാസം വലിയ റിസ്ക് എടുക്കരുത്. പക്ഷെ പുതിയ ആശയങ്ങൾ ഉപേക്ഷിക്കുകയും അരുത്. നിങ്ങളുടെ പ്ലാനിങ് ശക്തിയാണ് ഈ മാസത്തെ ഏറ്റവും വലിയ സമ്പത്ത്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബിസിനസ്, ക്രിയേറ്റീവ് മേഖല, കൺസൾട്ടിങ് ഇവയിലുള്ള നല്ല വളർച്ചയുടെ സാധ്യതയുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാനം സ്ഥിരത കാണിക്കും. പക്ഷെ അപ്രതീക്ഷിത ചിലവുകൾ വന്നേക്കാം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനം അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾ ഇവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരാം. ഒരു കാര്യം മാത്രം, ഓഗസ്റ്റിൽ വികാരം നോക്കി നിക്ഷേപം നടത്തരുത്. പ്രണയ ജീവിതത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ എല്ലാം മനസ്സിൽ വെച്ച് സ്നേഹിക്കുന്നത്. പറയേണ്ടത് പറയില്ല, പക്ഷെ പ്രതീക്ഷകൾ വളരും. ഓഗസ്റ്റിൽ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണ പോലും അകലമായി മാറാം. സിംഗിൾസ് പുതിയ പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഹൃദയം മാത്രമല്ല, ജീവിത ലക്ഷ്യം നോക്കി തീരുമാനമെടുക്കുക. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വില ലഭിക്കും. പക്ഷേ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കരുത്. മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവിടുക. ഒരു പഴയ കുടുംബ പ്രശ്നം ഈ മാസം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, കൈ, തോൾ, കഴുത്ത് എന്നിവയിലെ ചെറിയ അസ്വസ്ഥതകൾ ഇവ ശ്രദ്ധിക്കണം. ഈ മാസം ജോലിയേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ വിശ്രമം. അത്തം നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരാജയപ്പെടുത്താൻ വന്ന മാസമല്ല, നിങ്ങളുടെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വന്ന മാസമാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അമിത ചിന്ത ഉപേക്ഷിക്കണം. എല്ലാം പൂർണ്ണമായ ശേഷം മാത്രമേ തുടങ്ങൂ എന്ന് കരുതിയാൽ ജീവിതം നിങ്ങളെ കാത്തിരിക്കില്ല. കരിയർ, ഒരു പുതിയ അവസരം, ബിസിനസ്സിൽ ഒരു പുതിയ തീരുമാനം, സാമ്പത്തികമായി ഒരു ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, ഇവയെല്ലാം ഏതെങ്കിലും ഒന്ന് ഈ മാസത്തിൽ അവസാന ആഴ്ചയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, അത്തം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, കൈവച്ച കാര്യത്തെ വിജയിപ്പിക്കാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ അവസരങ്ങൾ തികഞ്ഞതാകാൻ കാത്തിരിക്കരുത്, അവയെ തികഞ്ഞതാക്കേണ്ടത് നിങ്ങളാണ്. ചിത്തിര നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു പരാജയമല്ല, നിങ്ങളുടെ കഴിവ് ആരോ തിരിച്ചറിയാതിരിക്കുന്നതാണ്. നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്തു, മറ്റുള്ളവർ ഫലം മാത്രം കണ്ടു, പക്ഷെ നിങ്ങളുടെ പരിശ്രമം കണ്ടില്ല. ഇപ്പോൾ ഒരു ചോദ്യം, ആഗസ്റ്റിൽ ലോകം നിങ്ങളെ തിരിച്ചറിയൂ, അതോ വീണ്ടും നിങ്ങളെ അവഗണിക്കുമോ? ഈ മാസത്തിൻ്റെ ഉത്തരം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിലാണ്. ചിത്തിര നക്ഷത്രം വിശ്വകർമ്മൻ്റെ നക്ഷത്രമാണ്. നിർമ്മിക്കുന്നവരുടെ, സൃഷ്ടിക്കുന്നവരുടെ, അടയാളം സൃഷ്ടിക്കുന്നവരുടെ നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ സാധാരണ ജീവിതം ആഗ്രഹിക്കുന്നവരല്ല. എന്ത് ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്ന ആഗ്രഹം. ഒരു ചെറിയ ജോലിയാണെങ്കിലും അതിൽ സ്വന്തം ഒപ്പ് പതിപ്പിക്കണം. ഇവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റുള്ളവരല്ല, ഇത് ഇനിയും നല്ലതാകാമായിരുന്നു എന്ന് സ്വന്തം മനസ്സിലെ ശബ്ദമാണ്. അതുകൊണ്ട് പല വിജയങ്ങളും ആഘോഷിക്കാതെ പോകുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, ജൂലൈയിൽ നിങ്ങൾ പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ ഇനിയും കൂടുതൽ ചെയ്യേണ്ടിയിരുന്നോ?
ചിലത് ജോലിയിലെ അംഗീകാരം വൈകി, ചിലർക്ക് ബിസിനസ് പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല, ചിലർക്ക് ഒരു ബന്ധത്തിൽ സ്വന്തം വില കുറവാണെന്ന് തോന്നി. പക്ഷെ സത്യം മറ്റൊന്നാണ്, ജൂലൈ നിങ്ങളെ തടഞ്ഞിട്ടില്ല, നിങ്ങളുടെ നിലവാരം ഉയർത്തുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടും. പുതിയ ചുമതലകൾ വരാം. ചിലർക്ക് നിങ്ങളുടെ ആശയം ആദ്യം തള്ളിക്കളയപ്പെടാം. പക്ഷേ ക്ഷമിക്കുക, അതേ ആശയം പിന്നീട് അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ക്രിയേറ്റീവ് മേഖലയിലോ ടെക്നിക്കൽ മേഖലയിലോ പ്രതീക്ഷിക്കാത്ത ഒരവസരം ലഭിക്കാം. ബിസിനസ് ചെയ്യുന്ന ചിത്ര നക്ഷത്രക്കാർ ഈ മാസം ബ്രാൻഡ് നിർമ്മിക്കാനുള്ള മാസമാണ്. വേഗത്തിൽ ലാഭം മാത്രം നോക്കരുത്, നിങ്ങളുടെ പേരിന് വില ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയ, ഡിസൈൻ, സിനിമ, ആർക്കിടെക്ചർ, ഫാഷൻ, ഡിജിറ്റൽ മീഡിയ ഇവരുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ വളർച്ചയുടെ സൂചനകളുണ്ട്. പക്ഷേ ഒരു പുതിയ പങ്കാളിത്തത്തിൽ പൂർണ്ണ വിശ്വാസം നൽകുന്നതിന് മുമ്പ് സമയമെടുക്കുക. സാമ്പത്തികമായി ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. പക്ഷേ മാസത്തിൻ്റെ അവസാനത്തോടെ ഒരു പുതിയ വരുമാന മാർഗം തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ കഴിവിൽ നിക്ഷേപിക്കുന്ന പണം ഭാവിയിൽ വലിയ നേട്ടം നൽകാം. പ്രണയ ജീവിതത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കുന്നവരിൽ നിന്ന് പൂർണ്ണ ആത്മാർത്ഥത പ്രതീക്ഷിക്കും. അത് ലഭിക്കാത്തപ്പോൾ പറയാതെ അകന്നു പോകും. ഓഗസ്റ്റിൽ ഈ മൗനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. വിവാഹിതർ പങ്കാളിയുടെ ചെറിയ ശ്രമങ്ങളെയും വിലമതിക്കുക. സിംഗിളായവർ നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പുറമേ കാണുന്ന ആകർഷണം മാത്രം നോക്കി തീരുമാനമെടുക്കരുത്. കുടുംബത്തിലൊരു പ്രധാന ചർച്ച ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കേൾക്കും, പക്ഷേ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് ദീർഘകാലം മുറിവാകാം. മാസാവസാനം കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ അമിത ജോലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. ശരീരത്തേക്കാൾ ഈ മാസം നിങ്ങളുടെ മനസ്സാണ് കൂടുതൽ വിശ്രമം ആവശ്യപ്പെടുന്നത്. ചിത്തിര നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ മാറ്റാമെന്ന മാസമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ വില കാണിച്ചു തരാമെന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകളിൽ ചില നിരാശകൾ ഉണ്ടായേക്കാം, പക്ഷെ അത് നിങ്ങളുടെ യാത്രയുടെ അവസാനമല്ല. കരിയറിൽ ഒരു അംഗീകാരം, ബിസിനസ്സിൽ ഒരു പുതിയ അവസരം, സാമ്പത്തികമായി ഒരു മുന്നേറ്റം, പ്രണയത്തിൽ വ്യക്തത ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഓഗസ്റ്റിൻ്റെ അവസാന ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിത്തുടങ്ങാം. ഓർമ്മിക്കുക, ചിത്തിര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, മറ്റുള്ളവർ സാധാരണയായി കാണുന്ന കാര്യങ്ങളെ അസാധാരണമായി മാറ്റാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ ലോകം നിങ്ങളെ അംഗീകരിക്കാൻ കാത്തിരിക്കരുത്. നിങ്ങളുടെ കഴിവ് ലോകത്തിന് അവഗണിക്കാൻ കഴിയാത്ത വിധം ഉയർത്തുക. അപ്പോൾ നിങ്ങളുടെ സമയം സ്വയം നിങ്ങളെ തേടിയെത്തും. ചോതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പിന്നോട്ടോടിച്ച് ശത്രുക്കളല്ല, നിങ്ങളുടെ തന്നെ ആശയക്കുഴപ്പമായിരുന്നു. ഒരു ദിവസം ഒരു തീരുമാനം, അടുത്ത ദിവസം മറ്റൊരു തീരുമാനം, ഒരു വഴി തിരഞ്ഞെടുത്തു, പിന്നെ അതിനെക്കുറിച്ച് തന്നെ സംശയിച്ചു. അതിനിടയിൽ ഒരവസരം നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. പക്ഷേ ഓഗസ്റ്റ് അതേ തെറ്റ് രണ്ടാമതൊരിക്കൽ ചെയ്യാൻ അനുവദിക്കില്ല. കാരണം ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം 2026 ബാക്കിയുള്ള മാസങ്ങളുടെ ദിശ പോലും മാറ്റിയേക്കാം. ചോയ് നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം രാഹു അതിദേവൻ വായുദേവനുമാണ്. കാറ്റിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ? കഴിയില്ല. അതുപോലെ ചോതി നക്ഷത്രക്കാരും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അസാധാരണമായ കഴിവുണ്ട്. ബിസിനസ്, മാർക്കറ്റിംഗ്, മീഡിയ, സോഷ്യൽ മീഡിയ, വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓഗസ്റ്റിൽ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിച്ചു, പക്ഷെ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചിലർക്ക് ജോലി മാറണമെന്ന് തോന്നി, ചിലർക്ക് ബിസിനസ് വികസിപ്പിക്കണമെന്ന് തോന്നി, ചിലർക്കൊരു ബന്ധം തുടരണമോ എന്ന് പോലും സംശയം വന്നു. പക്ഷേ ഈ തീരുമാനമെടുക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ അവസരങ്ങൾ വരും, പക്ഷേ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരവസരം തിരഞ്ഞെടുക്കൂ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സഹപ്രവർത്തകരുമായി ആശയവിനിമയം ശ്രദ്ധിക്കുക. ഒരു തെറ്റിദ്ധാരണ വലിയ പ്രശ്നമാകാം. 3-ാം ആഴ്ച മുതൽ പുതിയ ഉത്തരവാദിത്തമോ ജോലി മാറ്റത്തിനുള്ള നല്ല വാർത്തയോ ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ചോയ് നക്ഷത്രക്കാർ, ഈ മാസം നെറ്റ്വർക്ക് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പുതിയ ക്ലയൻറ്റുകൾ, പുതിയ ബന്ധങ്ങൾ, ഓൺലൈൻ വളർച്ച, വിദേശ അവസരങ്ങൾ ഇവയിൽ ചിലത്
നിങ്ങളെ തേടിയെത്താം. പക്ഷേ ഒരു വലിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് 3 തവണ പരിശോധിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ചെലവുകളും കൂടാം. യാത്ര, ടെക്നോളജി, പുതിയ ഉപകരണങ്ങൾ, പഠനം ഇവയിലേക്ക് പണം ചെലവാകാം. ഈ മാസം റിസ്ക് ഉള്ള നിക്ഷേപങ്ങളിൽ സൂക്ഷിക്കുക. പ്രണയത്തിൽ ചോയ് നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം സ്വാതന്ത്ര്യവും ബന്ധവും തമ്മിലുള്ള സന്തുലനം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പങ്കാളിക്ക് സമയം നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോയി എന്ന് പരാതി കേൾക്കേണ്ടി വരും. സിംഗിളായർക്ക് യാത്രയിലുടനീളയോ ജോലിയിലുടനീളയോ ഓൺലൈൻ വഴിയോ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസം തുടക്കത്തിൽ തീരുമാനമെടുക്കരുത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അത് നീണ്ടു നിൽക്കില്ല. ഒരു കുടുംബ തീരുമാനം നിങ്ങളുടെ പങ്കാളിത്തം ആവശ്യപ്പെടും. ഈ മാസം മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവിടുക. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, അമിത യാത്ര, മാനസിക ക്ഷീണം ഇവ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തേക്കാൾ ഈ മാസം നിങ്ങളുടെ മനസ്സിന് സ്ഥിരത ആവശ്യമാണ്. ചോയ് നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പിടിച്ചു നിർത്താൻ വന്ന മാസമല്ല, നിങ്ങൾ ശരിയായ ദിശയിൽ പറക്കാൻ പഠിക്കാൻ വന്ന മാസമാണ്. ജൂലൈയിൽ നിങ്ങൾ പല വഴികളിലേക്ക് നോക്കി. ഓഗസ്റ്റ് ഒരു വഴി തിരഞ്ഞെടുക്കണം. അങ്ങനെ ചെയ്ത കരിയറിൽ പുതിയ തുടക്കം, ബിസിനസ് വളർച്ച, സാമ്പത്തികമായി മുന്നേറ്റം, ബന്ധങ്ങളിൽ വ്യക്തത ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ചോയ് നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വേഗമല്ല, മാറ്റങ്ങളെ അവസരമാക്കി മാറ്റാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ കാറ്റ് ഏത് ദിശയിലേക്ക് വീശുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, ആ കാറ്റിനെ ഉപയോഗിച്ച് നിങ്ങൾ ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. വിശാഖ നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച പരാജയമല്ല, വൈകിയ വിജയമാണ്. നിങ്ങൾ അധ്വാനിച്ചു, പക്ഷെ ഫലം വൈകി. നിങ്ങൾ കാത്തിരുന്നു, പക്ഷെ വാതിൽ തുറന്നില്ല. ഒരു നിമിഷം ഇനി വിട്ടേക്കാം എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ ഓഗസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നു: വിജയം വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ പിന്മാറുമോ? കാരണം ഈ മാസം നിങ്ങളുടെ ക്ഷമയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ തീരുമാനിക്കാൻ പോകുന്നത്. വിശാഖ നക്ഷത്രക്കാരെ, ഒരു വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ ലക്ഷ്യം. നിങ്ങൾ എന്ത് ചെയ്താലും അവസാനം ജയിക്കണമെന്ന് ആഗ്രഹം. നിങ്ങളുടെ ഭരണഗ്രഹം ഗുരുവാണ്. അതിദേവതകൾ ഇന്ദ്രനും അഗ്നിയുമാണ്. അതുകൊണ്ട് ബുദ്ധിയും ധൈര്യവും ഒരുമിച്ച് ചേരുന്ന നക്ഷത്രമാണ് വിശാഖം. ആളുകൾ ക്ഷീണിച്ച് നിൽക്കുന്നിടത്ത് നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നടക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഫലം വൈകുമ്പോൾ സ്വന്തം കഴിവിനെ പോലും സംശയിക്കാൻ തുടങ്ങും. ഈ ഓഗസ്റ്റിൽ ആ സംശയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ജൂലൈയിൽ നിങ്ങൾ ചെയ്ത ഒരു വലിയ പരിശ്രമത്തിന് അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലായിരിക്കാം. ചിലർക്ക് ജോലിയിലെ നിരാശ, ചിലർക്ക് ബിസിനസ്സിലെ മന്ദഗതി, ചിലർക്ക് ഒരു ബന്ധത്തിൽ ദൂരം. എന്നാൽ ജൂലൈ നിങ്ങളെ തോൽപ്പിച്ചില്ല, നിങ്ങളുടെ ക്ഷമയെ പരിശീലിപ്പിച്ചു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ 2 ആഴ്ചകളിൽ സമ്മർദ്ദം കൂടാം, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാം, നിങ്ങളുടെ ജോലിയെ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് ഭയക്കേണ്ടതല്ല. മനസ്സിൻ്റെ 2ാം പകുതിയിൽ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രമോഷൻ, പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ നല്ല വാർത്ത ചിലർക്ക് ലഭിക്കാം. ബിസിനസ് ചെയ്യുന്ന വിശാഖ നക്ഷത്രക്കാർ ഈ മാസം ക്ഷമയാണ് ലാഭം. ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വരുമാനം തോന്നാം, പക്ഷെ 3ാം ആഴ്ച മുതൽ പുതിയ ക്ലയൻറ്റുകളോ കരാറുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് വിശദമായി പഠിക്കുക. ദീർഘകാല പ്ലാനുകൾക്ക് ഈ മാസം അനുകൂലമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ ചെലവുകൾ നിയന്ത്രിക്കേണ്ട മാസമാണ്. പ്രത്യേകിച്ച് ആവേശത്തിൽ വാങ്ങലുകൾ ഒഴിവാക്കുക. അതേസമയം മുടങ്ങിയിരിക്കുന്ന ഒരു പണമോ പഴയ നിക്ഷേപത്തിൽ നിന്നുള്ള ഒരു നേട്ടമോ ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ വിശാഖ നക്ഷത്രക്കാർ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ലക്ഷ്യങ്ങൾക്കായി ഓടുന്നതിടെ അടുത്തുള്ളവരുടെ വികാരങ്ങൾ മറക്കും. ഈ ഓഗസ്റ്റിൽ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക, അവർക്കായി സമയം കണ്ടെത്തുക. സിംഗിൾസ് ജോലിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുടെ പരിചയത്തിലൂടെയോ ഒരു പുതിയ ബന്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വിശ്വാസം വളരാൻ സമയം കൊടുക്കുക. കുടുംബത്തിലെ ഒരു പ്രധാന തീരുമാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം തേടാം. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അവ നീണ്ടു നിൽക്കില്ല. മാസാവസാനം കുടുംബത്തിലൊരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ അമിത ജോലിഭാരം, ഉറക്കക്കുറവ്, സമ്മർദ്ദം ഇവ അവഗണിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം നൽകണം. വിശാഖ നക്ഷത്രക്കാർ, ഓഗസ്റ്റ് നിങ്ങളെ തടയാൻ വന്ന മാസമല്ല,
നിങ്ങൾ എത്ര ദൂരം പോകാൻ തയ്യാറാണെന്ന് അളക്കാമെന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ നിങ്ങൾ പരീക്ഷിക്കും, പക്ഷെ അവസാന ആഴ്ചകൾ പ്രതിഫലം നൽകാൻ സാധ്യതയുണ്ട്. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സമാധാനം, ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, വിശാഖ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, ലക്ഷ്യം കാണുമ്പോൾ ഒരിക്കലും വഴിമാറാത്ത മുന്നോട്ട് പോകുന്ന മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ വേഗം കൂട്ടേണ്ട സമയമല്ല, വഴി മാറ്റത്തെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. കാരണം ചില വിജയങ്ങൾ വൈകും, പക്ഷെ അവ വന്നാൽ ജീവിതം തന്നെ മാറും. അനിഴം നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ചത് ജോലിയല്ല, ആളുകളായിരുന്നു. നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ സഹായിച്ച ഒരാൾ ആവശ്യം കഴിഞ്ഞപ്പോൾ മാറി നിന്നു. നിങ്ങൾ ആത്മാർത്ഥമായി നിന്ന ബന്ധങ്ങളിൽ പോലും ഒരു തണുപ്പ് അനുഭവപ്പെട്ടില്ലേ? പക്ഷേ ഓഗസ്റ്റ് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും സ്ഥാനം കൊടുക്കേണ്ട സമയമല്ല ഇത്. ആരാണ് നിങ്ങളോടൊപ്പം അവസാനം വരെ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. കാരണം ഈ മാസം ഒരു തെറ്റായ വിശ്വാസം കരിയറിനെയും പണത്തിനെയും മനസ്സമാധാനത്തെയും ബാധിക്കാം. അനിഴ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശനിയാണ്. അതിദേവത മിത്രൻ, സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദേവൻ. അതുകൊണ്ട് അനിഴ നക്ഷത്രക്കാർ ഒരു ബന്ധം ഉണ്ടാക്കിയാൽ അത് വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് വലിയ ആൾക്കൂട്ടം വേണ്ട, വിശ്വസിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ മതി. നേതൃത്വം നിങ്ങളുടെ രക്തത്തിലുണ്ട്. ടീം ഉണ്ടാക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനും പ്രശ്നങ്ങൾ സമാധാനത്തോടെ പരിഹരിക്കാനും നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്: വഞ്ചന ഒരിക്കലും എളുപ്പത്തിൽ മറക്കില്ല. പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ ഒരു മുറിവ് കൊണ്ട് നടക്കും. ഈ ഓഗസ്റ്റിൽ അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം: എല്ലാവരെയും ഒരേപോലെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലർക്ക് ജോലി സ്ഥലത്ത് നിരാശ, ചിലർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് അകലം, ചിലർക്ക് പ്രണയത്തിൽ തെറ്റിദ്ധാരണ. എന്നാൽ ഈ അനുഭവങ്ങൾ നിങ്ങളെ ദുർബലനാക്കാനല്ല, ആളുകളെ ശരിയായി തിരിച്ചറിയാൻ പഠിപ്പിക്കാനാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ 2 ആഴ്ചകളിൽ ടീം വർക്ക് വളരെ പ്രധാനമാകും. പക്ഷെ എല്ലാവരെയും ആശ്രയിക്കരുത്. നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ പരിശോധിച്ച് പൂർത്തിയാക്കുക. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും, ചിലർക്ക് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ ലഭിക്കും. മാസത്തിൻ്റെ അവസാന ആഴ്ച പ്രമോഷനോ ശമ്പള വർധനയെക്കുറിച്ചോ ചർച്ചയോ അല്ലെങ്കിൽ പുതിയ ജോലിയുടെ സൂചനയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന അനിഴ നക്ഷത്രക്കാർ ഈ മാസം ബന്ധങ്ങളാണ് ഏറ്റവും വലിയ മൂലധനം. പഴയ ക്ലയൻറ്റുകൾ വീണ്ടും നിങ്ങളെ തേടിയെത്താം. പുതിയ പങ്കാളിത്തം രൂപപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ നിബന്ധനകളും വ്യക്തമായി വായിക്കുക. വിശ്വാസം നല്ലതാണ്, പക്ഷേ ബിസിനസ്സിൽ തെളിവും അത്ര തന്നെ പ്രധാനമാണ്. സാമ്പത്തികമായി ആദ്യ പകുതിയിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം, പക്ഷേ മാസത്തിൻ്റെ 2ാം പകുതിയിൽ വരുമാനം മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. പഴയൊരു കുടിശ്ശിക തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ മാസം സുഹൃത്തുക്കൾക്ക് വേണ്ടി സാമ്പത്തിക റിസ്ക് എടുക്കരുത്. പ്രണയത്തിൽ അനിഴ നക്ഷത്രക്കാർ ആത്മാർത്ഥരാണ്, പക്ഷെ അവരുടെ സ്നേഹം പലപ്പോഴും പ്രവൃത്തിയിലായിരിക്കും, വാക്കുകളിലല്ല. അതുകൊണ്ട് പങ്കാളിക്ക് നിങ്ങൾ അകന്നു പോയതുപോലെ തോന്നാം. വിവാഹിതർ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവിടുക. സിംഗിൾസ് സൗഹൃദത്തിലൂടെ ഒരു പുതിയ ബന്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ പഴയ മുറിവുകൾ പുതിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരരുത്. കുടുംബത്തിലെ ഒരു പ്രധാന തീരുമാനം നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച് എടുക്കാം. സഹോദരങ്ങളുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ അവസാനത്തോടെ വീട്ടിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ അമിതമായ ജോലിഭാരം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം ഇവ അവഗണിക്കരുത്. ശരീരത്തിന് വിശ്രമം നൽകുന്നത് പോലെ മനസ്സിനും വിശ്രമം നൽകണം. അനിഴ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വന്ന മാസമല്ല, നിങ്ങളുടെ യഥാർത്ഥ ആളുകളെ തിരിച്ചറിയാൻ വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരാം. അത് വേദനിപ്പിച്ചേക്കാം, പക്ഷേ ഈ സത്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ശക്തമാക്കുന്നത്. മനസ്സിൻ്റെ അവസാനത്തോടെ കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തിക ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സമാധാനം, ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, അനിഴ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ശക്തമായ ശത്രുക്കളല്ല, വിശ്വസ്തരായ സുഹൃത്തുക്കളെയും ഉറച്ച് ബന്ധങ്ങളുടെയും ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാവരെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുന്നവരെ മാത്രം കൂടെ കൂടൂ. കാരണം ശരിയായ ആളുകൾ കൂടെയുണ്ടെങ്കിൽ വൈകിയാലും വിജയം ഉറപ്പായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരെ,
ജൂലൈയിൽ നിങ്ങൾ ഒരുപാട് ചിരിച്ചു, പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ആരും കാണാത്തൊരു യുദ്ധം ഉണ്ടായിരുന്നു. നിങ്ങൾ പല കാര്യങ്ങളിലും ഉള്ളിലൊതുക്കി, ആരോടും പറഞ്ഞില്ല. കാരണം നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരും. പക്ഷെ ഓഗസ്റ്റ് നിങ്ങൾ ഒരു കാര്യത്തിൽ പരീക്ഷിക്കും. എല്ലാം ഒറ്റയ്ക്ക് നേരിടണോ അതോ ശരിയായ ആളുകളെ വിശ്വസിക്കണോ? കാരണം ഈ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, ശരിയായ തീരുമാനങ്ങൾ കൊണ്ടായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ബുധനാണ്, അതിദേവ് ഇന്ദ്രനുമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജന്മന ഒരു പ്രത്യേക കഴിവുണ്ട്. പ്രതിസന്ധിയിലും തളരാത്ത മുന്നോട്ട് പോകാനുള്ള മനസ്സ്. ആൾക്കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. സംസാരിക്കേണ്ട സമയത്തിൽ സംസാരിക്കാനും നിശബ്ദമായി നിരീക്ഷിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കാനും നിങ്ങൾക്ക് അറിയാം. നേതൃത്വം ഏറ്റെടുക്കാൻ മടിയില്ല, പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്. എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ വേണമെന്ന ആഗ്രഹം. അത് നടക്കാതിരുന്നാൽ മനസ്സിൽ വലിയ സമ്മർദ്ദം അനുഭവപ്പെടാം. ഈ ഓഗസ്റ്റിൽ അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കാതെ നിമിഷങ്ങൾ ഉണ്ടായില്ലേ? ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങളുടെ പ്രതീക്ഷ പോലെ നിന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു, ഇനി ഞാൻ എന്നെ തന്നെ കൂടുതൽ വിശ്വസിക്കും. ഓഗസ്റ്റ് ഈ തീരുമാനത്തിൻ്റെ ഫലം കാണിക്കുന്ന മാസമാണ്. കരിയറിൽ 2 ആഴ്ചകളിൽ സമ്മർദ്ദം കൂടാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ മത്സരം അല്ലെങ്കിൽ പുതിയ പ്രധാന അവതരണം ചിലർക്കെങ്കിലും ഉണ്ടാകാം. പക്ഷെ ഭയപ്പെടേണ്ട, നിങ്ങളുടെ അനുഭവം തന്നെയാണ് ഈ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. 3-ാം ആഴ്ച മുതൽ പുതിയ അവസരമോ പ്രമോഷനെ കുറിച്ചുള്ള സൂചനയോ ജോലി മാറ്റത്തിനുള്ള നല്ല വാർത്തയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ ഈ മാസം ധൈര്യവും വിവാഹവും ഒരുപോലെ വേണം. പുതിയ ക്ലയൻറ്റുകൾ വരാം, പക്ഷേ വലിയ വാഗ്ദാനങ്ങൾ കേട്ട് തീരുമാനമെടുക്കരുത്. എല്ലാ രേഖകളും പരിശോധിക്കുക. മാർക്കറ്റിംഗ്, മീഡിയ, ടെക്നോളജി, കൺസൾട്ടിംഗ് ഇവയിലുള്ളവർക്ക് വളർച്ചയുടെ സൂചനകളാണ്. സാമ്പത്തികമായി ആദ്യ പകുതിയിൽ ചെലവുകൾ കൂടാം, പ്രത്യേകിച്ച് വീട്ടിലാവശ്യങ്ങൾ, യാത്ര അല്ലെങ്കിൽ ജോലിയുമായുള്ള ബന്ധപ്പെട്ട ചെലവുകൾ. പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ ഒരു പുതിയ വരുമാന മാർഗം തുറക്കാനോ മുടങ്ങിയ പണം തിരികെ ലഭിക്കാനോ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കും. പക്ഷേ വിശ്വാസം തകർന്നാൽ വീണ്ടും പഴയ പോലെ ആകാൻ സമയമെടുക്കും. വിവാഹിതർ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. ജോലിയുടെ സമ്മർദ്ദം ബന്ധത്തിലേക്ക് കൊണ്ടുവരരുത്. സിംഗിളായൊരു പുതിയ പരിചയം ജീവിതത്തിലേക്ക് വരാം, പക്ഷേ ഈ മാസം തിടുക്കത്തിൽ ഒരു വാഗ്ദാനം നൽകാതിരിക്കുക. കുടുംബത്തിലൊരു പ്രധാന ഉത്തരവാദിത്തം നിങ്ങളെ തേടിയെത്താം. മാതാപിതാക്കളുടെ അഭിപ്രായം അവഗണിക്കരുത്. സഹോദരനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതിന് വേഗത്തിൽ പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. മാസാവസാനം കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാം. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, തലവേദന, ക്ഷീണം ഇവ ശ്രദ്ധിക്കണം. ഈ മാസം ജോലിയെ പോലെ തന്നെ വിശ്രമത്തിന് സമയം നൽകുക. തൃക്കേട്ട നക്ഷത്രക്കാരെ, ഓഗസ്റ്റിൽ നിങ്ങളെ തളർത്താൻ വന്ന മാസമല്ല, നിങ്ങളുടെ ഉള്ളിലെ നേതാവിനെ ഉണർത്താൻ വന്ന മാസമാണ്. ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പക്ഷെ അവസാന പകുതിയിൽ സാഹചര്യങ്ങൾ പതിയെ മാറും. കരിയറിൽ അംഗീകാരം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, പ്രതിസന്ധി വന്നാലും തളരാതെ വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കൂ. മൂല നക്ഷത്രക്കാര്, ജൂലൈയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് അവസാനിച്ചു. ഒരു ബന്ധം, ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു സ്വപ്നം. ആ നഷ്ടം നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഒരു യുദ്ധം ജയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ തകരുന്നത് നിങ്ങളെ തോൽപ്പിക്കാനല്ല, കൂടുതൽ ശക്തനാക്കാനാണ്. ഈ മാസം നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാകാം. മൂലനക്ഷത്രത്തിൻ്റെ ഭരണകാരം കേതുവാണ്. അതിദേവ നിര്യതിയുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം വേരുകളാണ്. അതുകൊണ്ടാണ് മൂലനക്ഷത്രക്കാർ ഏത് കാര്യത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നത്. പുറമേ കാണുന്നതല്ല, സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് നിങ്ങളുടെ ശ്രമം. നിങ്ങൾ ധൈര്യശാലികളാണ്. പ്രതിസന്ധി വന്നാൽ ഓടിപ്പോകില്ല. തകർന്നടിഞ്ഞ് നിന്ന് വീണ്ടും ജീവിതം പണിയാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരു വലിയ ദൗർലഭ്യമുണ്ട്. മനസ്സിൽ വേദന വന്ന എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കും. ആരോടും ഒന്നും പറയില്ല. ഈ ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങളുടെ പ്ലാൻ പോലെ എല്ലാം നടന്നില്ലല്ലോ.
ഒരു അവസരം നഷ്ടപ്പെട്ടു, ഒരു തീരുമാനം വൈകി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എല്ലാം എനിക്ക് മാത്രം സംഭവിക്കുന്നത് എന്ന്. പക്ഷെ സത്യം മറ്റൊന്നാണ്, ജീവിതം നിങ്ങളെ തകർത്തതല്ല, അനാവശ്യമായതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ 2 ആഴ്ചകൾ വളരെ നിർണായകമാണ്. പഴയ ജോലി രീതികൾ മാറ്റേണ്ട സാഹചര്യം വരാം. ചിലർക്ക് പുതിയ ടീം, ചിലർക്ക് പുതിയ ഉത്തരവാദിത്തം, ചിലർക്ക് ജോലി മാറാനുള്ള ചിന്ത. ആദ്യത്തേത് ഈ മാറ്റം അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷേ മാസത്തിൻ്റെ 2ാം പകുതിയിൽ അതേ മാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ തുടങ്ങും. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോൾ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന മൂല നക്ഷത്രക്കാർ ഈ മാസം പഴയ തെറ്റുകൾ ആവർത്തിക്കരുത്. പഴയ കണക്കുകൾ പരിശോധിക്കുക. നഷ്ടം വരുന്ന മേഖലകൾ ഒഴിവാക്കുക. ഒരു പുതിയ ക്ലയൻറ്റോ പുതിയ മാർക്കറ്റോ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിസർച്ച്, ടെക്നോളജി, കൃഷി, ഹെൽത്ത്, ഓൺലൈൻ സർവീസുകൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല സൂചനകളുണ്ട്. സാമ്പത്തികമായി മാസത്തിൻ്റെ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. പക്ഷേ മധ്യത്തോടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശിക ലഭിക്കാം, അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ് തുറക്കാം. എന്നാൽ ഈ മാസം വികാരത്തിൻ്റെ പേരിൽ ആരെയും പണം കടം കൊടുക്കുന്നതിൽ സൂക്ഷിക്കുക. പ്രണയ ജീവിതത്തിൽ മൂല നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നിങ്ങൾ സ്നേഹിച്ചാൽ പൂർണ്ണമായി സ്നേഹിക്കും, പക്ഷേ വേദനിച്ചാൽ പൂർണ്ണമായി അകന്നു പോകും. ഈ മാസം പഴയ മുറിവുകൾ പുതിയ ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹിതരായ പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം ജീവിതത്തിലേക്ക് വന്നേക്കാം. പക്ഷേ ഈ പ്രാവശ്യം പഴയ അനുഭവങ്ങൾ കൊണ്ടല്ല, പുതിയ പ്രതീക്ഷ കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കുടുംബത്തിൽ ഒരു പഴയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഒരു കുടുംബ തീരുമാനം നിങ്ങൾക്ക് അഭിപ്രായം കൊണ്ട് നല്ല രീതിയിൽ അവസാനിക്കാം. മാസാവസാനം വീട്ടിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ക്ഷീണം, ഉറക്കക്കുറവ്, പുറം അല്ലെങ്കിൽ അരവേദന, മാനസിക സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. ഈ മാസം ശരീരത്തിൻ്റെ ക്ഷീണത്തേക്കാൾ മനസ്സിൻ്റെ ക്ഷീണം മാറ്റാൻ ശ്രമിക്കുക. മൂല നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകാമെന്ന മാസമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ദുർബലമായ വേരുകൾ മുറിച്ച് ശക്തമായ ഒരു പുതിയ തുടക്കം നൽകാമെന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ചില തീരുമാനങ്ങൾ അവസാനിക്കുന്നത് പോലെ തോന്നാം, പക്ഷേ ഓരോ അവസാനവും പുതിയ തുടക്കത്തിൻ്റെ വാതിലാണ്. മാസത്തിൻ്റെ അവസാന ആഴ്ച കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, മൂല നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വിജയമല്ല, തകർന്നാലും വീണ്ടും ഉയർന്നു വരാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ നഷ്ടപ്പെട്ടതിലേക്ക് തിരിഞ്ഞു നോക്കരുത്, വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് നോക്കൂ. കാരണം ചിലപ്പോൾ ജീവിതം ഒന്നിനെ എടുത്തു മാറ്റുന്നത് അതിലും വലിയ ഒന്നിന് ഇടം ഒരുക്കാനാണ്. ഓക്കെ. പൂരാട നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു തോൽവിയല്ല, നിങ്ങളെ കുറച്ച് വിലയിരുത്തിയ ആളുകളായിരുന്നു. ഇത് നിനക്ക് കഴിയില്ല, നീ ഇത്രയും വലിയ സ്വപ്നം കാണേണ്ട, ഇങ്ങനെയുള്ള വാക്കുകൾ നേരിട്ടിട്ടുണ്ടാകാം. പുറത്ത് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങളൊരു തീരുമാനം മിക്കവാറും എടുത്തിട്ടുണ്ടാവും. എൻ്റെ മറുപടി ഈ വാക്കുകളിലല്ല, വിജയത്തിലായിരിക്കുന്നുള്ളത്. ഓഗസ്റ്റ് ആ തീരുമാനത്തിൻ്റെ ആദ്യ പരീക്ഷയാണ്. കാരണം ഈ മാസം ഒരവസരം നിങ്ങളുടെ വാതിലിൽ മുട്ടും. പക്ഷെ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഓഗസ്റ്റ് മാസവും പതിവ് പോലെ തന്നെ ആയിരിക്കും. പൂരാട നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശുക്രനാണ്. അതിദേവത ജലദേവതകളുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം വീശുന്ന മുറമാണ്. അതിൻ്റെ അർത്ഥം അനാവശ്യമായത് മാറ്റി മൂല്യമുള്ളത് മാത്രം നിലനിർത്തുക. പൂരാട നക്ഷത്രക്കാർ ആത്മവിശ്വാസമുള്ളവരാണ്. ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചാൽ അതിനുവേണ്ടി അവസാനം വരെ പോരാടും. ആളുകളെ പ്രചോദിപ്പിക്കാനും സംസാരിച്ച് സ്വാധീനിക്കാനും ഇവർക്ക് കഴിയും. പക്ഷെ ഒരു ദൗർബല്യമുണ്ട്, ചിലപ്പോൾ സ്വന്തം അഭിപ്രായം മാത്രം ശരിയാണെന്ന് കരുതും. അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ പോലും അവഗണിച്ചേക്കാം. ഓഗസ്റ്റിൽ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കാൻ ആഗ്രഹിച്ചു,
പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായില്ല. ചിലർക്ക് ജോലിയിൽ തടസ്സങ്ങൾ, ചിലർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷ വളർച്ച ലഭിച്ചില്ല, ചിലർക്ക് ഒരു ബന്ധത്തിൻ്റെ നിരാശ. പക്ഷെ ഈ തടസ്സങ്ങൾ നിങ്ങളെ നിലനിർത്താനല്ല വന്നത്, കൂടുതൽ ശക്തനാക്കാനാണ് വന്നത്. കരിയറിൽ ഓഗസ്റ്റിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ ജോലിക്ക് വൈകിയാണ് അംഗീകാരം ലഭിക്കുക. ചിലർക്ക് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതുകൊണ്ട് ജോലിയും നഷ്ടപ്പെടാം. പക്ഷെ വികാരത്തിൽ പ്രതികരിക്കരുത്. 3-ാം ആഴ്ച മുതൽ ഒരു പുതിയ ഉത്തരവാദിത്തം, പ്രമോഷനെ കുറിച്ചുള്ള സൂചന അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന പൂരാട നക്ഷത്രക്കാർ ഈ മാസം പുതിയ മാർക്കറ്റുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ ക്ലയൻറ്റുകൾ വീണ്ടും നിങ്ങളെ സമീപിക്കാം. ഓൺലൈൻ ബിസിനസ്, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ് ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് വളർച്ചയുടെ സാധ്യത കൂടുതലാണ്. പക്ഷേ വലിയ നിക്ഷേപങ്ങൾ ആലോചിച്ച് മാത്രം നടത്തുക. സാമ്പത്തികമായി ആദ്യ പകുതിയിൽ ചെലവുകൾ കൂടിയേക്കാം, പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ വരുമാനത്തിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. പഴയൊരു സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാം. ഈ മാസം വികാരത്തിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത്. പ്രണയ ജീവിതത്തിൽ പൂരാട നക്ഷത്രക്കാർ സ്നേഹത്തിൽ ആത്മാർത്ഥരാണ്, പക്ഷെ അഭിമാനം കാരണം ആദ്യം സംസാരിക്കാൻ മടിക്കും. ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണ വലിയ അകലമായി മാറാം. വിവാഹിതർ പങ്കാളിയുടെ അഭിപ്രായവും കേൾക്കുക. സിംഗിൾസ് ഒരു പുതിയ പരിചയം സൗഹൃദത്തിലൂടെ വന്നേക്കാം. ഈ മാസം ഹൃദയം പറയുന്നതും ബുദ്ധി പറയുന്നതും ഒരുപോലെ കേൾക്കുക. കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലെ ഒരു മുതിർന്ന വ്യക്തിയുടെ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം കൊണ്ടുവരാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ശാന്തമായി സംസാരിച്ച് എല്ലാം പരിഹരിക്കാം. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, അമിത ക്ഷീണം, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവ ശ്രദ്ധിക്കണം. ഈ മാസം മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. പൂരാട നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ തോൽപ്പിക്കാൻ വന്ന മാസമല്ല, നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിക്കാൻ വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങൾ പതിയെ മാറും. കരിയറിൽ പുതിയ അവസരം, ബിസിനസ്സിൽ വളർച്ച, സാമ്പത്തികമായി ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം, ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പൂരാട നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വാദത്തിൽ ജയിക്കുന്നതല്ല, സമയം വന്നപ്പോൾ സ്വന്തം കഴിവ് തെളിയിക്കുന്നതാണ്. ഈ ഓഗസ്റ്റിൽ നിങ്ങളെ ചെറുതായി കണ്ടവരോട് വാദിക്കരുത്. നിങ്ങളുടെ വിജയം തന്നെയാക്കട്ടെ നിങ്ങളുടെ മറുപടി. ഉത്രാട നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ പലതും സഹിച്ചു, പക്ഷെ ഒരു കാര്യം മാത്രം ആരും കണ്ടില്ല: നിങ്ങളുടെ നിശബ്ദത, പോരാട്ടം. നിങ്ങൾ ചിരിച്ചു, ജോലി ചെയ്തു, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി, പക്ഷെ മനസ്സിലൊരു ചോദ്യം മാത്രം: എൻ്റെ സമയം ഇനി എപ്പോഴാണ് വരുന്നത്? ഓഗസ്റ്റ് പറയുന്നത് ഒരു കാര്യമാണ്: ചില വിജയങ്ങൾ വേഗത്തിൽ വരില്ല, പക്ഷെ അവ വന്നാൽ ജീവിതം മുഴുവൻ മാറ്റിമറിയും. ഈ മാസം നിങ്ങളുടെ ക്ഷമയ്ക്ക് ജീവിതം മറുപടി നൽകാൻ തുടങ്ങും. ഉത്രാട നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം സൂര്യനാണ്. അതിദേവത വിശ്വദേവന്മാരാണ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം ആനയുടെ കൊമ്പ്. അതിൻ്റെ അർത്ഥം ശക്തി, അന്തസ്സ്, സ്ഥിരത. ഉത്രാട നക്ഷത്രക്കാർ എളുപ്പത്തിൽ തോൽവി സമ്മതിക്കില്ല. അവർ വേഗത്തിൽ ഓടുന്നവരല്ല, പക്ഷെ തുടങ്ങിയ കാര്യം പൂർത്തിയാകാതെ നിർത്തുകയുമില്ല. വാക്കിന് വില കൊടുക്കുന്നവരാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അവസാനം വരെ അത് നിറവേറ്റും. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്: സ്വന്തം വികാരങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കും. സഹായം ആവശ്യമായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. ഈ ആഗസ്റ്റിൽ ഈ സ്വഭാവമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ജൂലൈയിൽ നിങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച ഫലം ഉടൻ ലഭിച്ചില്ല. ചിലർക്ക് ജോലിയിൽ അംഗീകാരം വൈകി, ചിലർക്ക് ബിസിനസ്സിൽ വളർച്ച മന്ദഗതിയിലായി, ഒരു ബന്ധത്തിൽ അകലം അനുഭവപ്പെട്ടു. എന്നാൽ ജൂലൈയിൽ നിങ്ങളുടെ വാതിൽ അടച്ചില്ല, ശരിയായ വാതിൽ തുറക്കാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിലെ ആദ്യ 2 ആഴ്ചകൾ കൂടുതൽ അച്ചടക്കവും ക്ഷമയും ആവശ്യപ്പെടും. ഒരു വലിയ ഉത്തരവാദിത്തം നിങ്ങളെ തേടിയെത്താം. ചിലർക്ക് നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരാം. ഭയപ്പെടേണ്ട, നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം വെറുതെ ആകില്ല. 3-ാം ആഴ്ച മുതൽ പ്രമോഷൻ, പുതിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളെ പിന്തുണ ഇവയിൽ ഏതെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഉത്രാട നക്ഷത്രക്കാർ ഈ മാസം ദീർഘകാല പദ്ധതികൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. വേഗത്തിലുള്ള ലാഭം നോക്കാതെ ബ്രാൻഡും വിശ്വാസവും വളർത്തുക. സർക്കാർ, വിദ്യാഭ്യാസം, കൺസ്ട്രക്ഷൻ, കൃഷി, കോർപ്പറേറ്റ് സേവനങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. പുതിയ പങ്കാളിത്തം വന്നാൽ കരാർ വ്യക്തമായി പരിശോധിക്കുക. സാമ്പത്തികമായി വരുമാനം സ്ഥിരതയുള്ളതായിരിക്കും, പക്ഷെ കുടുംബത്തിനോ വീട്ടിനോ ഒരു വലിയ ചെലവ് വന്നേക്കാം.
അതേസമയം ഒരു പഴയ സാമ്പത്തിക തടസ്സം മാറാനോ മൂടിയ പണം ലഭിക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആഘോഷിക്കാൻ നല്ല സമയമാണ്. പ്രണയത്തിൽ ഉത്രാട നക്ഷത്രക്കാർ വിശ്വസ്തരാണ്, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കുന്നവരാണ്. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങൾ അകന്നു പോയതുപോലെ തോന്നാം. വിവാഹിതരോ ജോലിയേക്കാൾ ബന്ധത്തിന് സമയം നൽകുക. സിംഗിളായി നിൽക്കുന്നവര് കുടുംബം വഴിയോ ജോലി വഴിയോ ഒരു നല്ല പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം വികാരങ്ങൾ മനസ്സിൽ മാത്രം സൂക്ഷിക്കരുത്. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ വില ലഭിക്കും. വീട്ടിലൊരു പ്രധാന തീരുമാനത്തിൽ നിങ്ങൾ നേതൃത്വം നൽകേണ്ടി വരാം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകുക. മാസ അവസാനത്തോടെ ഒരു സന്തോഷകരമായ കുടുംബ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ അമിത ജോലിഭാരം, ഉറക്കക്കുറവ്, മുട്ട്, പുറം അല്ലെങ്കിൽ തോളിൽ അസ്വസ്ഥത ഇവ ശ്രദ്ധിക്കണം. ഈ മാസം വിശ്രമത്തെ അവഗണിക്കരുത്. ശക്തമായ ശരീരത്തിനാണ് ശക്തമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുക. ഉത്രാട നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കുന്ന മാസമാണ്, പക്ഷെ അതേസമയം നിങ്ങളെ ഉയർത്തുന്ന മാസം കൂടിയാണ്. ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നും, പക്ഷെ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ അവസ്ഥകൾ പതിയെ അനുകൂലമാകും. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ ആശ്വാസം നേടുന്ന ഒരു അവസരം, സാമ്പത്തികമായ സ്ഥിരത, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം, ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു തുടങ്ങാം. ഓർമ്മിക്കുക, ഉത്രാട നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വേഗമല്ല, ഒരിക്കൽ ലക്ഷ്യം നിശ്ചയിച്ചാൽ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോകുന്ന മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ വൈകുന്നതിന് പരാജയമായി കാണരുത്. ചില വിജയങ്ങൾ സമയം കൂടുതൽ വേണ്ടിവരും, പക്ഷേ ആ വിജയങ്ങളാണ് ചരിത്രം എഴുതുന്നത്. തിരുവോണ നക്ഷത്രക്കാർ, ജൂലൈയിൽ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും. എല്ലാവർക്കും വേണ്ടി ഓടിയാൽ സ്വന്തം ലക്ഷ്യം പിന്നിലാകും. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചില്ലേ, ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ആഗസ്റ്റ് ഈ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ്. പക്ഷെ ആദ്യം ഒരു മുന്നറിയിപ്പ്: ഈ മാസം ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്താം. അതുപോലെ ഒരു ചെറിയ തീരുമാനവും അടുത്ത ഒരു വർഷത്തിൻ്റെ അടിത്തറ പാകാം. തിരുവോണ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചന്ദ്രനാണ്, അതിദേവൻ മഹാവിഷ്ണു. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം 3 കാൽപ്പാടുകളും. അതിൻ്റെ അർത്ഥം ഓരോ ചൂടും ആലോചിച്ച് മുന്നോട്ട് പോവുക. തിരുവോണ നക്ഷത്രക്കാർ ശാന്തരാണ്, പക്ഷെ അവരെ ദുർബലരായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവർക്ക് അത്ഭുതകരമായ ക്ഷമയുണ്ട്. മറ്റുള്ളവർ തളരുന്നിടത്ത് നിങ്ങൾ വീണ്ടും ശ്രമിക്കും. നിങ്ങൾക്ക് ബഹുമാനത്തിനും വിശ്വാസത്തിനും വലിയ വിലയാണ്, പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്: എല്ലാ മാസത്തിൽ ഒതുക്കി വെക്കും. വേദനയുണ്ടെങ്കിലും പറയില്ല, ക്ഷീണമുണ്ടെങ്കിലും കാണിക്കില്ല. ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാൻ പോകുന്നത്. ജൂലൈയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം വൈകി. ചിലർക്ക് ജോലിയിൽ അംഗീകാരം ലഭിച്ചില്ല, ചിലർക്ക് പണം വരേണ്ടത് വൈകി, ചിലർക്ക് ഒരു ബന്ധത്തിൻ്റെ അകലം അനുഭവപ്പെട്ടു. ഒരു നിമിഷം ഇത്രയും ശ്രമിച്ചിട്ട് എന്തും കൊണ്ട് ഫലമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ജീവിതം നിങ്ങളെ നിരസിച്ചില്ല, ശരിയായ സമയത്തിനായി ഒരുക്കുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി വളരെ നിർണായകമാണ്. നിങ്ങളുടെ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു മുന്നറിയിപ്പ്: മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുക്കരുത്, അത് നിങ്ങളുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം. 3-ാം ആഴ്ച മുതൽ പുതിയ പ്രോജക്റ്റ്, പുതിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രമോഷനെ കുറിച്ചുള്ള ചർച്ച ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന തിരുവോണ നക്ഷത്രക്കാർ, ഈ മാസം സ്ഥിരതയാണ് ലാഭം. വലിയ റിസ്കുകൾ ഒഴിവാക്കുക. പഴയ ക്ലയൻറ്റുകളെ കൂടുതൽ ശക്തമായി നിലനിർത്തുക. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, കൃഷി, ഹോസ്പിറ്റാലിറ്റി, ഓൺലൈൻ സർവീസുകൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് പുതിയ വളർച്ചയുടെ സൂചനകളുണ്ട്. മാസ അവസാനം പുതിയ കരാർ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചകളിൽ ചില അധിക ചെലവുകൾ വരാം. വീട്ടുമായി ബന്ധപ്പെട്ട ചെലവുകൾ, യാത്ര അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെലവുകൾ. പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. മുടങ്ങിയിരുന്ന ഒരു പണം കയ്യിൽ എത്താനും സാധ്യതയുണ്ട്. പ്രണയത്തിൽ തിരുവോണ നക്ഷത്രക്കാർ വളരെ ആത്മാർത്ഥരാണ്, പക്ഷെ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കും, വാക്കുകളിലൂടെ കുറവായിരിക്കും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാം. വിവാഹിതർ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവിടുക. സിംഗിളായവർ കുടുംബം വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഒരു നല്ല പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസം വിശ്വാസം വളരാൻ സമയം നൽകണം. കുടുംബത്തിലൊരു പ്രധാന ഉത്തരവാദിത്വം നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ തീരുമാനം കുടുംബത്തിനും ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായി പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവ അവഗണിക്കരുത്. ഈ മാസം ജോലിയേക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ സമാധാനം. തിരുവോണ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ വേഗത്തിൽ ഓടിക്കാമെന്ന മാസമല്ല, ശരിയായ ദിശയിൽ നടക്കാൻ
പഠിപ്പിക്കാൻ വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ക്ഷമയുടെ പരീക്ഷ, അവസാന 2 ആഴ്ചകൾ അതിൻ്റെ പ്രതിഫലം. കരിയറിൽ അംഗീകാരം, ബിസിനസ്സിൽ സ്ഥിരമായ വളർച്ച, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വിശ്വാസം, കുടുംബത്തിൽ സന്തോഷം. ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, തിരുവോണ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, തിടുക്കപ്പെടാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാവരെയും മുന്നിലെത്തിക്കാൻ, കാരണം ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ ചുവട് നിങ്ങളുടെ ഭാവിയിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ തുടക്കമാകാം. അവിട്ട നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി മറ്റാരുമല്ല, നിങ്ങളാണ്. മറ്റുള്ളവരോട് തോൽക്കാൻ നിങ്ങൾക്ക് പേടിയില്ല, പക്ഷെ സ്വന്തം കഴിവിൽ നിന്ന് പിന്നോട്ട് പോകാൻ മാത്രം നിങ്ങൾ തയ്യാറല്ല. എന്നിട്ടും ജൂലൈയിൽ ഒരു അവസരം കൈവിട്ടു, ഒരു തീരുമാനം വൈകി, ഒരു വിശ്വാസം തകർന്നു. ഇപ്പോൾ ഓഗസ്റ്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുമോ, അതോ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ? കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തന്നെ മാറാൻ സാധ്യതയുണ്ട്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചൊവ്വ, അതിദേവതകൾ അഷ്ടവസുക്കൾ. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം ചെണ്ടയാണ്. അതിൻ്റെ അർത്ഥം സ്വന്തം സാന്നിധ്യം ലോകത്തെ അറിയിക്കുക. അവിട്ട നക്ഷത്രക്കാർ ഏത് സ്ഥലത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ്. നേതൃത്വം, ധൈര്യം, ഊർജം, കഠിനാധ്വാനം ഇവരുടെ ഏറ്റവും വലിയ ശക്തികളാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ആൾക്കൂട്ടത്തെ നയിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, അഹങ്കാരമല്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന മനോഭാവം. അതുകൊണ്ട് പല അവസരങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ക്ഷീണിച്ചു പോകും. ഓഗസ്റ്റിൽ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഒരു നല്ല അവസരം നഷ്ടപ്പെടാം. ജൂലൈയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചു. ചിലർക്ക് ജോലി അമിത സമ്മർദ്ദം, ചിലർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത തടസ്സം, ചിലർക്ക് ഒരടുത്ത ബന്ധത്തിൽ അകലം. നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഇനി എത്ര കാലം ഇങ്ങനെ? ഓഗസ്റ്റ് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്ന മാസമാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ നേതൃത്വ ശേഷി പരീക്ഷിക്കപ്പെടും. ഒരു പുതിയ പ്രോജക്റ്റ്, പുതിയ ടീം അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ചുമതലകൾ പങ്കുവയ്ക്കാൻ പഠിക്കുക. മാസത്തിൻ്റെ അവസാന ആഴ്ച പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ ജോലിയെക്കുറിച്ചുള്ള നല്ല വാർത്ത ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന അവിട്ട നക്ഷത്രക്കാർ ഈ മാസം വളർച്ചയുടെ വാതിലുകൾ തുറക്കാം. പുതിയ ക്ലയൻറ്റുകൾ, പുതിയ പങ്കാളിത്തം അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് പ്രവേശനം, ഇവയിൽ ഏതെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് ടെക്നോളജി, കൺസ്ട്രക്ഷൻ, മീഡിയ, സ്പോർട്സ്, ഓൺലൈൻ ബിസിനസ് ഇവയിലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. പക്ഷെ ആവേശത്തിൽ വലിയ നിക്ഷേപം നടത്തരുത്. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചക്കുള്ളിൽ ചില വലിയ ചെലവുകൾ വന്നേക്കാം, പക്ഷെ അതിനുശേഷം വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. പഴയൊരു സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാം. ഈ മാസം പണം സമ്പാദിക്കുന്നതിനേക്കാൾ പണം സൂക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ നൽകേണ്ടത്. പ്രണയത്തിൽ അവിട്ട നക്ഷത്രക്കാർ ആത്മാർത്ഥരാണ്, പക്ഷേ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പലപ്പോഴും മടിക്കും. ജോലിയുടെയും ലക്ഷ്യങ്ങളുടെയും ഇടയിൽ പങ്കാളിയെ മറക്കാതിരിക്കുക. അങ്ങനെ പങ്കാളിയെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ, പങ്കാളിയെ തൊടാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുമ്പോഴും പങ്കാളി വേറൊരാളുടെ അഭയം പ്രാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹിതരായവർ ചെറിയ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കുക. സിംഗിളായവർ ജോലിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കൾ വഴിയോ ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസം അഹങ്കാരത്തിന് പകരം ആത്മാർത്ഥത തിരഞ്ഞെടുക്കുക. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കേൾക്കും, പക്ഷേ എല്ലാ തീരുമാനവും നിങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കരുത്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധിക്കുക. മാസ അവസാനത്തോടെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ചതയ നക്ഷത്രക്കാര്, ജൂലൈയിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. എല്ലാവരെയും വിശ്വസിച്ചില്ല, പക്ഷെ എല്ലാവരിൽ നിന്ന് അകന്നു നിന്നു. നിങ്ങളുടെ മനസ്സിൽ നടന്ന യുദ്ധം ആരും കണ്ടില്ല. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ ജീവിച്ചു, പക്ഷെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം, നാം പോകുന്ന വഴി ശരിയാണോ? ഓഗസ്റ്റ് പറയുന്ന വഴി തെറ്റിയിട്ടില്ല, പക്ഷെ വേഗം കുറച്ചാൽ അവസരങ്ങൾ നിങ്ങളെ മറികടക്കും. ഈ മാസം ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നു. ചതയ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം രാഹു, അതിദേവൻ വരുണൻ. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം ഒരു ശൂന്യവൃത്തം, അതിൻ്റെ അർത്ഥം അനന്തമായ സാധ്യതകൾ എന്നാണ്. ചതയ നക്ഷത്രക്കാർ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ നിങ്ങൾ ആദ്യം കാണും. റിസർച്ച്, ടെക്നോളജി, സോഷ്യൽ മീഡിയ, ശാസ്ത്രം, സിനിമ, ബിസിനസ്, ഇങ്ങനെ പുതുമ ആവശ്യമായ മേഖലകളിൽ നിങ്ങൾ തിളങ്ങും. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, മനസ്സിലുള്ളത് ആരോടും പറയില്ല. വേദന വന്നാലും സംശയം വന്നാലും എല്ലാം ഉള്ളിൽ സൂക്ഷിക്കും. ഈ ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ജൂലൈയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം വൈകി, ഒരു ഫോൺ കോൾ വന്നില്ല, ഒരു മറുപടി ലഭിച്ചില്ല, ഒരു പദ്ധതി പാതി വഴിയിൽ നിന്നു. ചിലർക്ക് ജോലിയിലെ നിരാശ, ചിലർക്ക് ബിസിനസ്സിലെ തടസ്സം, ചിലർക്ക് ബന്ധങ്ങളിലെ അകലം.
പക്ഷെ ഒരു കാര്യം ഓർക്കുക, ജൂലൈ നിങ്ങൾക്ക് നഷ്ടം വന്നില്ല, ക്ഷമയുടെ വില പഠിപ്പിച്ചു. കരിയറിൽ ഓഗസ്റ്റിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വന്നേക്കാം. പുതിയ ടീം, പുതിയ പ്രൊജക്ട് അല്ലെങ്കിൽ പുതിയ ചുമതല ആദ്യത്തിൽ നിന്ന് സമ്മർദ്ദമാകും. പക്ഷെ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അതേ മാറ്റം നിങ്ങളെ മുന്നോട്ട് നയിക്കും. IT, ഡിജിറ്റൽ മീഡിയ, മെഡിക്കൽ റിസർച്ച്, ക്രിയേറ്റീവ് മേഖല എന്നിവയുള്ളവർക്ക് പ്രത്യേക പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ചതയ നക്ഷത്രക്കാർ ഈ മാസം പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ നല്ല സമയമാണ്. ഓൺലൈൻ ബിസിനസ്, ഡിജിറ്റൽ സർവീസുകൾ, വിദേശ ക്ലയൻറ്റുകൾ, നെറ്റ്വർക്കിംഗ് ഇവയിൽ നിന്ന് നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ശരിയായ പങ്കാളിത്തം ഈ മാസം നിങ്ങളുടെ വളർച്ച വേഗത്തിലാക്കും. സാമ്പത്തികമായി വരുമാനം പതിയെ മെച്ചപ്പെടും. പക്ഷെ അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ടെക്നോളജി, യാത്ര, പഠനം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെലവുകൾ. ഈ മാസം റിസ്ക് കൂടിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി ദീർഘകാല പദ്ധതികൾക്ക് മുൻഗണന നൽകുക. പ്രണയത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സ്നേഹമുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ വൈകും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലാകില്ല. വിവാഹിതർ തുറന്ന് സംസാരിക്കുക. സിംഗിൾസ് സുഹൃത്തുക്കൾ വഴിയോ ഓൺലൈൻ വഴിയോ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പൂരിട്ടാതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ പലതും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടത് ആളുകളെയല്ല, മിഥ്യാധാരണകളെയാണ്. നിങ്ങൾ വിശ്വസിച്ച ചില മുഖങ്ങൾ മാറി, നിങ്ങൾ പ്രതീക്ഷിച്ച ചില വാതിലുകൾ തുറന്നില്ല, നിങ്ങൾ കാത്തിരുന്ന ചില വാർത്തകൾ വന്നില്ല. ഒരു നിമിഷം എൻ്റെ ഭാഗ്യം എന്നെ വിട്ടുപോയോ എന്ന് പലരും ചിന്തിച്ചിരിക്കാം. പക്ഷെ ഓഗസ്റ്റ് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ വാതിലുകൾ അടയ്ക്കുന്നത് തെറ്റായ വഴിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശ തുറക്കാൻ സാധ്യതയുണ്ട്. പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ഗുരുവാണ്. അതിദേവൻ ഏകപാദനുമാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ശവക്കട്ടിലിന്റെ മുൻകാലുകളുമാണ്. ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നാം, പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു ജീവിതഘട്ടം അവസാനിച്ച് മറ്റൊന്ന് ആരംഭിക്കുന്നു എന്നാണ്. പൂരുട്ടാതി നക്ഷത്രക്കാരെ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരല്ല, ജീവിതം ആഴം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അറിവ്, ആത്മീയത, ഗവേഷണം, പുതിയ ആശയം ഇവയിലേക്ക് ഇവർക്ക് സ്വാഭാവിക ആകർഷണമുണ്ട്. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ഏറ്റെടുക്കും. അത് കാരണം സ്വന്തം സന്തോഷം പോലും മറന്നു പോകും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം നിങ്ങളെ ക്ഷീണിപ്പിക്കാം. ജൂലൈയിൽ നിങ്ങൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. എല്ലാവരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ചിലർക്ക് ജോലിയിൽ നിരാശ, ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം, ചിലർക്ക് പ്രണയത്തിൽ അകലം. പക്ഷെ ഈ അനുഭവങ്ങൾ നിങ്ങളെ തകർക്കാനല്ല വന്നത്, നിങ്ങളുടെ മുൻഗണനകൾ മാറ്റാൻ വേണ്ടിയാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ഒരു പുതിയ അവസരം പ്രത്യക്ഷപ്പെടാം. ആദ്യത്തേതിൽ അത് ചെറിയതാണെന്ന് തോന്നും, പക്ഷെ ഭാവിയിൽ വലിയ നേട്ടം നൽകാൻ സാധ്യതയുണ്ട്. അധ്യാപനം, കൺസൾട്ടിങ്, റിസർച്ച്, സിനിമ, എഴുത്ത്, IT ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് പ്രത്യേക മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ കഴിവിന് അർഹമായ അംഗീകാരം ലഭിച്ചിട്ട് തുടങ്ങാം. ബിസിനസ് ചെയ്യുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർ ഈ മാസം ദീർഘകാല വളർച്ചയ്ക്ക് അടിത്തറ പാകുന്ന മാസമാണ്. വലിയ ലാഭം ഉടൻ പ്രതീക്ഷിക്കരുത്. പകരം ശരിയായ ക്ലയൻറ്റുകളെയും ശരിയായ പങ്കാളിത്തങ്ങളെയും തിരഞ്ഞെടുക്കുക. വിദേശ ബന്ധങ്ങൾ, ഓൺലൈൻ ബിസിനസ്, ഡിജിറ്റൽ സേവനങ്ങൾ ഇവയിൽ നിന്ന് പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചകൾ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. പക്ഷേ മാസത്തിൻ്റെ അവസാനത്തോടെ ഒരു പുതിയ വരുമാന മാർഗം തുറക്കാനോ മുടങ്ങിയിരുന്ന പണം ലഭിക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം വികാരത്തിൻ്റെ പേര് സാമ്പത്തിക തീരുമാനം എടുക്കരുത്. പ്രണയത്തിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സ്നേഹിക്കുന്നവരെ മാറ്റാൻ ശ്രമിക്കില്ല, പക്ഷേ അവർക്ക് വേണ്ടി സ്വയം മാറും. ഈ സ്വഭാവം നല്ലതാണെങ്കിലും ഒരു പരിധി വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വയം മാറാനൊന്നും നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. വിവാഹിതർ പങ്കാളിയുമായി ഭാവിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഇഷ്ടം അവളോ അവനോ വേറൊരാളുടെ കൂടെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സിംഗിളായവർ ഒരു അപ്രതീക്ഷിത പരിചയം ഉണ്ടാവും. ഗൗരവമുള്ള ബന്ധമായി മാറാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു പഴയ പ്രശ്നം അവസാനിക്കാനുള്ള സൂചനകളുണ്ട്. മുതിർന്നവരുടെ ഉപദേശം ഈ മാസം അവഗണിക്കരുത്. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകാം. മാസാവസാനം വീട്ടിലൊരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ മാനസിക ക്ഷീണം, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവ ശ്രദ്ധിക്കണം. ധ്യാനമോ പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവിടുന്നതോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. പൂരിട്ടാതി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാൻ വന്ന മാസമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ശരിയായ ആളുകളെയും ശരിയായ വഴിയെയും കാണിച്ചു തരാൻ വന്ന മാസമാണ്. ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്ന പോലെ തോന്നാം, പക്ഷെ അതൊരു അവസാനമല്ല, പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ്. കരിയറിൽ പുതിയ അവസരം, ബിസിനസ്സിൽ സ്ഥിരമായ വളർച്ച, സാമ്പത്തികമായി ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൻ്റെ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ ജീവിതത്തെ പ്രകടമാകാൻ സാധ്യതയുണ്ട്.
ഓർമ്മിക്കുക, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അറിവല്ല, തകർന്ന സാഹചര്യങ്ങളിൽ പോലും പുതിയ അർത്ഥം കണ്ടെത്താനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ അടയുന്ന വാതിലുകളെ നോക്കി നിൽക്കരുത്, തുറക്കാൻ പോകുന്ന വാതിലുകൾക്കും നടക്കൂ. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു അവസാനത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് പണമല്ല, മനസ്സമാധാനമാണ്. എല്ലാം ശരിയായിരുന്നിട്ട് ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത, ആരോടും പറയാൻ പറ്റാത്ത സമ്മർദ്ദം, ഒരു തീരുമാനം എടുക്കാൻ മടി, ഒരു ബന്ധം സംരക്ഷിക്കാൻ ശ്രമം, ഒരു സ്വപ്നം ഉപേക്ഷിക്കണോ എന്ന സംശയം. പക്ഷെ ഓഗസ്റ്റ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ചില കൊടുങ്കാറ്റുകൾ നിങ്ങളെ തകർക്കാനല്ല വരുന്നു, നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിക്കാനാണ്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഒരു ധൈര്യമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എഴുതും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ശനി, അതിദേവൻ ഹഹിർ ബുദ്ധിയനാണ്, ആഴക്കടലിന്റെ ദിവ്യ ശക്തിയാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ഇരട്ടക്കിടക്കയുടെ പിൻകാലുകളാണ്. അതിനർത്ഥം ഒരു ജീവിതഘട്ടം അവസാനിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിക്കലാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ പുറത്ത് ശാന്തരായിരിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും വലിയ ചിന്തകളാണ്. ജീവിതത്തെ ആഴത്തിൽ കാണുന്നവർ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവർ, ഒരിക്കലും ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ അത് നേടാതെ നിൽക്കില്ല. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, അമിതമായി ചിന്തിക്കും. ഒരു ചെറിയ പ്രശ്നത്തെ പോലും മനസ്സിൽ 100 തവണ വിശകലനം ചെയ്യും. ഓഗസ്റ്റിൽ ഈ സ്വഭാവം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈയിൽ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു, പക്ഷെ അതിന് തുല്യമായ അംഗീകാരം ലഭിച്ചില്ല. ചിലർക്ക് ജോലിയിലെ സമ്മർദ്ദം, ചിലർക്ക് സാമ്പത്തിക ആശങ്ക, ചിലർക്ക് ഒരു ബന്ധത്തിലെ നിശബ്ദ അകലം. എന്നാൽ ഇതെല്ലാം നിങ്ങളെ ദുർബലരാക്കാൻ അല്ല, കൂടുതൽ പക്വതയുള്ളവരാക്കാനാണ്. കരിയറിൽ ഓഗസ്റ്റിന്റെ ആദ്യ പകുതിയിൽ ക്ഷമ ഏറ്റവും വലിയ ആയുധമായിരിക്കും. ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ അധിക ഉത്തരവാദിത്തം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ അത് ഭാരമായി തോന്നും, പക്ഷെ മാസത്തിന്റെ അവസാനത്തോടെ അതേ ഉത്തരവാദിത്തം നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും. അധ്യാപനം, ഗവേഷണം, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, സാങ്കേതിക മേഖല ഇവയിലുള്ളവർക്ക് നല്ല മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ മാസം വേഗത്തിലുള്ള ലാഭമല്ല, സ്ഥിരതയാണ് ലക്ഷ്യം. പഴയ ക്ലയൻറ്റുകളെ നിലനിർത്തുക, പുതിയ കരാറുകൾ വായിക്കാതെ ഒപ്പിടരുത്. വിദേശ ബന്ധങ്ങൾ, ഓൺലൈൻ സേവനങ്ങൾ, കൺസൾട്ടിങ് ഇവയിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മാസത്തിൻ്റെ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം, പക്ഷെ മധ്യത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മുടങ്ങിയ ഒരു തുക ലഭിക്കാനോ പുതിയ വരുമാന സ്രോതസ് തുറക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം വികാരത്തിൽ നിക്ഷേപം നടത്തരുത്, കണക്കുകൂട്ടി മാത്രം തീരുമാനമെടുക്കുക. പ്രണയത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആത്മാർത്ഥമായി സ്നേഹിക്കും, പക്ഷെ സ്വന്തം വികാരങ്ങൾ തുറന്ന് പറയാൻ മടിക്കും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങൾ അകന്നു പോയതായി തോന്നാം. വിവാഹിതർ പഴയ തെറ്റുകൾ വീണ്ടും ചർച്ച ചെയ്യാതിരിക്കുക. സിംഗിളായവർ ആത്മാർത്ഥമായ പുതിയ പരിചയം ജീവിതത്തിലേക്ക് വന്നേക്കാം, പക്ഷെ ഒരു പ്രാവശ്യം ഹൃദയം മാത്രമല്ല ബുദ്ധിയും കേൾക്കണം. കുടുംബത്തിൽ ഒരു പ്രധാന തീരുമാനം നിങ്ങളുടെ കൈകളിലെത്താം. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കാൻ ഈ മാസം നല്ല സമയമാണ്. മാസ അവസാനത്തോടെ വീട്ടിലൊരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പുറം വേദന, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. ഈ മാസം മനസ്സിനെ ശാന്തമാകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ പരീക്ഷിക്കാൻ വന്ന മാസമാണ്, പക്ഷെ അതേസമയം നിങ്ങളെ ഉയർത്താനും വന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും, പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങൾ പതിയെ നിങ്ങളുടെ അനുകൂലമായി മാറിത്തുടങ്ങും. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വിശ്വാസം, കുടുംബത്തിൽ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അറിവില്ല, ഏറ്റവും ഇരുണ്ട സമയത്ത് പ്രതീക്ഷ കൈവിടാത്ത മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ അമിതമായി ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങളുടെ തീരുമാനങ്ങൾ വിശ്വസിക്കുക, കാരണം ചില വിജയങ്ങൾ ശബ്ദത്തോടെ വരില്ല, പക്ഷെ അവ വന്നാൽ ജീവിതം നിശബ്ദമായി തന്നെ മാറിപ്പോകും. രേവതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ പലതവണ ചിരിച്ചു, പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒരു വലിയ ചോദ്യമാണ്: ഞാൻ ശരിയായ വഴിയിലാണോ? ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കാത്തിരുന്നു, പക്ഷെ ഫലം മാത്രം വൈകി. ഒരു നിമിഷം എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ ഓഗസ്റ്റ് നിങ്ങളുടെ ഒരു രഹസ്യം പറയാനോ വന്നത്: ചിലരുടെ ജീവിതത്തിൽ വിജയം ഓടി വരില്ല, അത് ശരിയായ സമയത്ത് മാത്രം എത്തും. ആ സമയം നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കാം. രേവതി നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ബുധനാണ്, അതിദേവം പുരുഷനാണ്, യാത്രക്കാരുടെയും സംരക്ഷണത്തിന്റെയും ദേവനാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം 2 മീനുകളാണ്. അതിൻ്റെ അർത്ഥം യാത്ര, വളർച്ച. ഇവ ജീവിതഘട്ടത്തിൽ നിന്നും മുന്നിലേക്ക് സുരക്ഷിതമായി എത്തുക. രേവതി നക്ഷത്രക്കാർ കരുണയുള്ളവരാണ്, മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. സൃഷ്ടിപരമായ ചിന്ത, നല്ല ആശയവിനിമയം, പഠിക്കാനുള്ള ആഗ്രഹം ഇവയാണ് നിങ്ങളുടെ ശക്തി.
സിനിമ, സംഗീതം, മീഡിയ, വിദ്യാഭ്യാസം, ബിസിനസ്, യാത്ര, ഡിജിറ്റൽ മേഖല ഇവയിൽ വലിയ മുന്നേറ്റം നേടാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, എല്ലാവരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും, അതിനിടെ സ്വന്തം സ്വപ്നങ്ങൾ പോലും മാറ്റിവെക്കും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്. ജൂലൈയിൽ നിങ്ങൾ കാത്തിരുന്ന മറുപടി വൈകി. ഒരു ജോലി, ബിസിനസ്, ബന്ധം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ നടന്നില്ല. ചിലർക്ക് വിശ്വസിച്ച ആളിൽ നിന്ന് നിരാശ, ചിലർക്ക് സ്വന്തം കഴിവിനെക്കുറിച്ച് സംശയം. പക്ഷേ ജൂലൈ നിങ്ങളെ തോൽപ്പിച്ചില്ല, അടുത്ത വിജയത്തിനായി നിങ്ങളെ തയ്യാറാക്കുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ഒരു പുതിയ ഉത്തരവാദിത്തം വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തിൽ നിന്നും ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷേ അതേ ഉത്തരവാദിത്തം നിങ്ങളുടെ വളർച്ചയുടെ കാരണമാകും. ജോലി അന്വേഷിക്കുന്നവർ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം ലഭിക്കാം. മാസത്തിന് 3 ആഴ്ച മുതൽ അംഗീകാരവും പുതിയ ബന്ധങ്ങളും കരിയറിന് മുന്നോട്ട് നയിക്കുന്ന സൂചനകളും കാണാം. ബിസിനസ് ചെയ്യുന്ന രേവതിക്കാർ ഈ മാസം പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ നല്ല സമയമാണ്. ഡിജിറ്റൽ മീഡിയ, ഓൺലൈൻ ബിസിനസ്, സിനിമ, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ്, വിദേശ ബന്ധങ്ങൾ ഇവയിൽ നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരെയും വിശ്വസിച്ച് കരാറുകൾ ചെയ്യരുത്. രേഖകൾ വ്യക്തമായി പരിശോധിക്കുക. സാമ്പത്തികമായി മാസത്തിന്റെ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. മാസ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പഴയൊരു കുടിശ്ശിക തിരികെ ലഭിക്കുക അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗം തുറക്കാം. ഈ മാസം വികാരത്തിന്റെ പേരിൽ വലിയ ചെലവുകൾ ഒഴിവാക്കുക. പ്രണയത്തിൽ രേവതി നക്ഷത്രക്കാർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്, പക്ഷെ ചിലപ്പോൾ സ്വന്തം വികാരങ്ങളെക്കാൾ മറ്റുള്ളവർ സന്തോഷത്തിനാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയാനുള്ളത് പറയാൻ മറക്കരുത്. വിവാഹിതർ പങ്കാളിയുടെ ഭാവിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. സിംഗിൾസ് ജോലിയുടെ, യാത്രയിലൂടെ, സുഹൃത്തുക്കളുടെ പരിചയത്തിലൂടെ പുതിയ ബന്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു സന്തോഷകരമായ തീരുമാനം ഉണ്ടാകാം. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം ഈ മാസം നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. മാസാവസാനം കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാം. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, മാനസിക ക്ഷീണം, ധന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ഈ മാസം മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ശ്രമം ഈ മാസത്തെ ഏറ്റവും വലിയ മരുന്നായിരിക്കും. രേവതി നക്ഷത്രം. ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറ്റുന്ന മാസമല്ല, പക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റി തുടങ്ങുന്ന മാസമായി സാധ്യതയുണ്ട്. ആദ്യ 2 ആഴ്ചകൾ ചില സംശയങ്ങൾ, ചില കാത്തിരിപ്പുകൾ, ചില പരീക്ഷണങ്ങൾ, പക്ഷെ മാസത്തിന്റെ അവസാന ആഴ്ചകൾ പ്രതീക്ഷ നൽകും. കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ വാതിൽ, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, രേവതി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, എത്ര ഇരുട്ടായാലും മറ്റുള്ളവർക്ക് പോലും വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന മനസ്സാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാവർക്കും വേണ്ടി മാത്രം ജീവിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു അവസരം നൽകും. കാരണം നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന യാത്ര ഈ ഓഗസ്റ്റിൽ പുതിയ ദിശയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്.